എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1820 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ ശ്രീലേഖ ജിയാണ്. ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീരേഖ. നമസ്കാരം. തുടങ്ങിക്കോട്ടെ മാഡം. ഹലോ 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 കേക്കാവോ? കേൾക്കാം. ഓക്കെ. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിലുള്ള കംപ്ലൈൻസിനെ കുറിച്ചാണ്. നമുക്ക് സാധാരണ കണ്ടുവരുന്ന കംപ്ലൈൻസ് പ്രഗ്നൻസി ടൈമിൽ, അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. രാം സാറ് ഒരുപാട് കാലം നോട്ട്സ് ഉണ്ടാക്കിയെന്ന കുറച്ച് പോയിന്റ്സ് ആണ് പറയണത്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ പ്രഗ്നൻസിയിൽ പറയുമ്പോൾ ഡയറ്റ് ആണ് നമുക്ക് പറയാനുള്ളത്. ഈ പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിലും എല്ലാവരും എന്ത് ചെയ്യും വെച്ചാല് വെറ്റിലയും ചുണ്ണാമ്പും കഴിക്കാൻ വേണ്ടി കൊടുക്കും. വെറ്റില പറയുമ്പോ എന്താ വെച്ചാൽ അതിന് പണ്ട് ഇങ്ങനെ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ആയിട്ട് അയൺ ടോണിക്സോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതിൽ കൊടുക്കണ എന്താ വെച്ചാല് വെറ്റില എന്ന് പറഞ്ഞാൽ അനീമിയക്ക് വളരെ നല്ലതാണ്. അപ്പോ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അനീമിക് അയൺ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ അനീമിക് ടെൻഡൻസി ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെറ്റില കഴിക്കാൻ കൊടുക്കുന്നത്. പിന്നെ ചുണ്ണാമ്പ് കൊടുക്കും അതില്. അപ്പൊ ചുണ്ണാമ്പ് പറയുമ്പോൾ കാൽഷ്യം ആണ്. അപ്പൊ ഈ കാൽഷ്യം സപ്ലിമെന്റ്സും കിട്ടിക്കോളും. പ്രഗ്നന്റ് ആയിട്ടുള്ള മദറിനും കിട്ടും, അതേപോലെ തന്നെ കുട്ടിക്കും കിട്ടും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ഒരുപാട് ചുണ്ണാമ്പ് ഇടരുത്, കുറച്ചിടുക അങ്ങനെ. പിന്നെ പുകയില യൂസ് ചെയ്യാൻ പാടില്ല. പകരം എന്തെങ്കിലും പാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് കഴിക്കാം. 2 വെറ്റില കുറച്ച് ചുണ്ണാമ്പ് ഇട്ടിട്ട് 2 നേരം കഴിക്കാൻ വേണ്ടി കൊടുക്കും. അതെന്താ വെച്ചാൽ ഹെൽത്ത് ആവാൻ. അതേപോലെ ഡെലിവറി കഴിഞ്ഞാലും ഡെലിവറി കഴിഞ്ഞ മദറിന് ഡെയിലി 2 നേരം വെറ്റിലയും ചുണ്ണാമ്പും കഴിക്കാൻ കൊടുക്കും. അപ്പൊ എന്താ വെച്ചാൽ കാൽഷ്യം സപ്ലിമെന്റ്സും കിട്ടും, അതേപോലെ അനീമിയക്ക് നല്ലതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൊടുക്കുന്നത്. മീൻസ് അനീമിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം പറയുന്നത് ഡയറ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും നല്ലതാണ്. ഇപ്പൊ ക്യാരറ്റ് ഒക്കെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഡെയിലി ഒന്ന് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ബീട്രൂട്ട്, എല്ലാ വെജിറ്റബിൾസും, അതേപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നമ്മളിപ്പോ പ്രഗ്നൻസി ടൈമിൽ സാധാരണ എല്ലാവരും കൊടുക്കുന്നത് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് ആണ് എല്ലാ ഡോക്ടേഴ്സും ഗൈനക്കോളജിസ്റ്റ് എല്ലാവരും പറയാം. അപ്പോൾ അതിൽ എന്താ വെച്ചാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ആയിരിക്കും ഫോളിക് ആസിഡ് നമുക്ക് നാച്ചുറലി കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ പേഷ്യന്റിന്റെ അടുത്ത് കഴിക്കാൻ വേണ്ടി പറയാം. പേഷ്യന്റ് അടുത്ത് ഇപ്പൊ നമ്മൾ ഇന്ന് പ്രഗ്നൻസി കംപ്ലൈൻസ് ഒരുപാട് ടോപ്പിക് പറയുന്നുണ്ട്, പല മെഡിസിൻസും പറയും. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ ഗൈനക്കോളജിസ്റ്റിനെയും കൂടെ ആവശ്യം വരുമ്പോൾ അവരോടൊന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പറയാം. കാരണം എവിടെയെങ്കിലും നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് വന്നു എന്ന് വെച്ചാല് പിന്നെ അത് നമുക്കായിരിക്കും എല്ലാ ബ്ലെയിമും കേൾക്കേണ്ടി വരിക. അപ്പോ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റുമായിട്ടും അവർ ഇരുന്നോട്ടെ. പിന്നെ അതിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാം. അതാണ് ഇന്നത്തേത്. പിന്നെ അതേപോലെ കറി ലീവ്സ് ഇതൊക്കെ യൂസ് ചെയ്യാം. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം നല്ലതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് വെജിറ്റബിൾ, അതായത് ഐഡിയൽ വെജിറ്റബിൾ ഡ്യൂറിങ് പ്രഗ്നൻസി എന്ന് പറയുന്നത് വെണ്ടയ്ക്കയാണ്, ലേഡീസ് ഫിംഗർ. ലേഡീസ് ഫിംഗറിൽ എല്ലാ വൈറ്റമിൻസും ഉണ്ട്. അത് വൈറ്റമിൻ ബിയിൽ പറയുമ്പോൾ B1, B2, B6, വൈറ്റമിൻ A, C, സിങ്ക്, കാൽഷ്യം, മെഗ്നീഷ്യം എല്ലാം ഉണ്ട്. അപ്പൊ ഐഡിയൽ വെജിറ്റബിൾ ഫോർ പ്രഗ്നൻസി എന്ന് പറയുന്നത് ലേഡീസ് ഫിംഗർ ആണ്. അപ്പൊ ഈ ലേഡീസ് ഫിംഗർ കഴിക്കുമ്പോൾ പ്രഗ്നൻസി ടൈമിൽ വരുന്ന കോൺസ്റ്റിപ്പേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പൊ കുട്ടിക്ക് വരുന്ന ജെനൈറ്റൽ കംപ്ലൈൻസ്, ജെനറ്റിക്കൽ ആയിട്ടുള്ള വരുന്ന സ്പൈന ബൈഫിഡ അതുപോലത്തെ കംപ്ലൈൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും പറ്റും. എല്ലാം നല്ലതാണ്, പക്ഷെ ലേഡീസ് ഫിംഗർ ഒന്നും കൂടെ എസ്പെഷ്യലി കുറച്ചും കൂടെ നല്ലതാണ്. അതാണ് പറയുന്നത്. ഇനി യൂട്രൈൻ ടോണിക് ഡ്യൂറിങ് പ്രഗ്നൻസി ആണ് അടുത്തത് പറയുന്നത്. യൂട്രൈൻ ടോണിക് പറയുമ്പോൾ നമുക്കൊരു 3 ട്രൈമസ്റ്റർ ആണല്ലോ പ്രഗ്നൻസിയിൽ. അപ്പൊ ഓരോ ട്രൈമസ്റ്ററിലും നമുക്ക് കുറച്ച് ടോണിക്സ് ആയിട്ട് കൊടുക്കാം. അത് ആദ്യത്തെ ട്രൈമസ്റ്ററിൽ പറയുമ്പോൾ കാൽക്കേരിയ ഫ്ലൂർ 6X ആണ്. നമ്മൾ പ്രഗ്നന്റ് ആയി എന്ന് അറിഞ്ഞതിന് ശേഷം കാൽക്കേരിയ ഫ്ലൂർ 6X ഒരു 3 ടാബ്സ് 3 or 4 ടൈംസ് ഡെയിലി കഴിക്കാം. അപ്പൊ എന്തിനാ കാൽക്കേരിയ ഫ്ലൂർ കൊടുക്കണമെന്ന് വെച്ചാൽ ഒന്ന് യൂട്രസിനൊക്കെ ഒന്ന് സ്ട്രെങ്ത് കിട്ടാനും ആ ഇംപ്ലാന്റേഷൻ കറക്റ്റ് ആയിട്ട് വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ കാൽക്കേരിയ ഫ്ലൂർ 6X കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ നമ്മൾ കാൽക്കേരിയ 4 6X ആണ് കൊടുക്കുന്നത്.
അതെന്തിനാ വെച്ചാൽ ഒന്ന് ബോൺ ഡെവലപ്മെന്റ് കുട്ടീന്റെ എല്ലാം ഒന്ന് നല്ലോണം ഡെവലപ്പ് ആയി വരാൻ വേണ്ടിയിട്ടാണ് കാൽക്കേരിയ 466 കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് തേർഡ് ട്രൈമസ്റ്ററിൽ കൊടുക്കുന്നത് മാക് 466 ആണ്. അതും എല്ലാം ഇതേപോലെ 3 to 4 ടാബ്സ് കൊടുക്കാം 3 to 4 times ഡെയിലി. അപ്പോൾ മാക് ഫോസ് കൊടുക്കുന്നത് ഈസി ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് മാക് ഫോസ് കൊടുക്കുന്നത്. ഇപ്പൊ രാംസാറും പറയും, രാംസാറിന് 2 പെൺകുട്ടികളാണ്, 2 പേരും പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ആദ്യത്തെ 3 മാസം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ വേറെ പേഷ്യൻസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോ ഇതാണ് യൂട്രൈൻ ടോണിക് ഡ്യൂറിങ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് മോർണിംഗ് സിക്നസ് ആണ്. മോർണിംഗ് സിക്നസ്സിൽ ഇപ്പൊ ലൊബീലിയ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ലൊബീലിയ ഭയങ്കര ഒരു ഐസി കോൾനെസ് ആയിരിക്കും, ഛർദ്ദിച്ച് വൊമിറ്റ് ചെയ്തിട്ട് ഒരു ഡീഹൈഡ്രേറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും, കൈയും കാലൊക്കെ തണുത്ത് ഭയങ്കര സ്വെറ്റ് ചെയ്ത് അതൊക്കെ ആ ഒരു സിംറ്റം ഉണ്ടെങ്കിലാണ് നമ്മൾ ലൊബീലിയ കൊടുക്കുക. അപ്പോൾ മോർണിംഗ് സിക്നസ് പറയുമ്പോൾ ഈവൻ അലോപ്പതി മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ പോലും അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ കേസസിലൊക്കെ നമ്മൾ ലൊബീലിയ കൊടുക്കുമ്പോൾ നല്ല ഇംപ്രൂവ്മെന്റ് കിട്ടാണ്ട്. ഇപ്പൊ ലൊബീലിയ ഇൻഫ്ലേറ്റ 30th പൊട്ടൻസി ആണ് കൊടുക്കാറ്. 30th പൊട്ടൻസി ഒരു 3 to 4 times ഡെയിലി കൊടുക്കാം. ആ മോർണിംഗ് സിക്നസ് ഒന്ന് കൺട്രോൾ ആവുന്ന വരയ്ക്കും അത് കൊടുക്കാം. പിന്നെ ചില കേസസിൽ അലോപ്പതിക് മെഡിസിൻ എടുക്കണോന്ന് പറഞ്ഞാല് അത് കുഴപ്പമില്ല, വേണ്ടാന്ന് പറയണ്ട, എടുക്കണോണ്ട് തെറ്റില്ല. പിന്നെ നെക്സ്റ്റ് മെഡിസിൻ അതേപോലെ എഫക്റ്റീവ് ആയിട്ടുള്ളത് സിംഫോറിക് കാർപ്പസ്. സിംഫോറിക് കാർപ്പസ് 30th പൊട്ടൻസിയും നല്ലതാണ്, 200 പൊട്ടൻസിയും നല്ലതാണ്. ലൊബീലിയ ഇൻഫ്ലേറ്റ 30യും സിംഫോറിക് കാർപ്പസ് 30യും ആണ് ഏറ്റവും ബെസ്റ്റ് റെമഡീസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ സിംഫോറിക് കാർപ്പസ് ഫെയിൽ ആവുകയാണെങ്കിൽ മാൻസിനെല്ല 30 കൊടുക്കാം, ബ്ലാക്ക് ഡിഫ്ലോറേറ്റം 30, തൈറോയിഡം 30, ഇതെല്ലാം കൂടെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് ലൊബീലിയ ഇൻഫ്ലേറ്റ 30യും സിംഫോറിക് കാർപ്പസും ആണ്. പിന്നെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഇപ്പൊ സെപ്പിയിലേക്ക് ഉണ്ട് മോർണിംഗ് സിക്നസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ കുറച്ച് മെഡിസിൻസ് പറയുന്നുള്ളൂ. അതിൽ ആദ്യം വരുന്നത് മോർണിംഗ് സിക്നസ് എന്ന് പറയുന്നത് എപ്പിക്കാക്ക്. അതേപോലെ എല്ലാവർക്കും അറിയാം, എപ്പിക്കാക്ക് പറയുമ്പോൾ ഒരു വോമിറ്റിങ്ങിന് നല്ലൊരു ബെസ്റ്റ് റെമഡിയാണ്. അപ്പൊ അതേപോലെ മോർണിംഗ് സിക്നസിനും എപ്പിക്കാക്ക് പറയുന്നുണ്ട്. ഇതിപ്പോ ഓരോ കേസ് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതൊക്കെ സിംഫോറിക് കാർപ്പസ് ആണ്. 30 or 200 ഒരു 3 to 4 times ഡെയിലി നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കാം. ഇനി എന്തെങ്കിലും പെർട്ടിക്കുലർ സിംറ്റംസ് ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ലൊബീലിയ പറയുമ്പോൾ ഡീഹൈഡ്രേഷൻ ആണ്, കോൾഡ് സ്വെറ്റ്, കോൾഡ് ഹാൻഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ലൊബീലിയ കൊടുക്കാം. അങ്ങനെ. പിന്നെ അടുത്തത് മെഡോറിനം പറയുന്നുണ്ട്, പെർനീഷ്യസ് വോമിറ്റിംഗ് ഓഫ് പ്രഗ്നൻസി, അതായത് വെരി ഹാംഫുൾ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അതാണ് പെർനീഷ്യസിന്റെ മീനിങ് എന്ന് പറയുന്നത്. പ്രഗ്നൻസി കാരണം വളരെ വളരെ കഷ്ടപ്പാട്, വോമിറ്റിംഗ് കാരണം വളരെ വളരെ കഷ്ടപ്പാട്. അപ്പൊ അതാണ് മെഡോറിനം 30. ഇനി കുറച്ച് പ്രിസ്ക്രിപ്ഷൻസ് ആണ് പറയുന്നത്. നമുക്ക് പ്രഗ്നൻസി ടൈമിൽ കാണുന്ന കംപ്ലൈൻസും അതിന് കൊടുക്കാൻ പറ്റുന്ന പ്രിസ്ക്രിപ്ഷൻസും ആണ് നമുക്ക് കാണുന്നത്. ആദ്യം സ്പോട്ടിങ്സ് ഓർ ബ്ലീഡിങ് ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പോ പ്രഗ്നന്റ് ആയിട്ടുള്ളവർ പലരും വന്ന് പറയും ചെറുതായിട്ട് സ്പോട്ട് അങ്ങനെ വരുന്നുണ്ട്, ബ്ലീഡിംഗ് ആണ് പക്ഷെ ഒരു സ്പോട്ടിങ്സ് പോലെ ഉള്ളൂ എന്ന്. അപ്പൊ അതിന് കൊടുക്കുക അക്കാലിഫ ഇൻഡിക്ക 30, ഒരു പിൽസ് ആണ്, ഒരു 5 ഗുളിക കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിഫോ 6X, രണ്ടും ഡെയിലി 4 നേരം കൊടുക്കാം. ഇത് റിപ്പീറ്റഡ്ലി വെരിഫൈഡ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ആണ്. ഇതിപ്പോ പ്രഗ്നന്റ് ടൈമിൽ മാത്രമല്ല, എന്ത് ബ്ലീഡിംഗ് ആണെങ്കിലും, ഈവൻ ഇപ്പോ പൈൽസ് ആണെങ്കിലും വേറെ എന്താണെങ്കിലും, പക്ഷെ ഒരു സ്പോട്ടിംഗ് പോലെയാണെങ്കിൽ നമുക്ക് കാലിഫോസ് കൊടുക്കാം. നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോ പ്രഗ്നന്റ് അല്ലെങ്കിൽ അക്കാലിഫ ഇൻഡിക്ക 3X ഒക്കെ കൊടുക്കാം. ഇതിപ്പോ പ്രഗ്നന്റ് വുമൻ ആയതുകൊണ്ടാണ് അക്കാലിഫ ഇൻഡിക്ക 30 ആയത്. അങ്ങനെ. പിന്നെ അതേപോലെ കുറച്ച് വേറെ 2 ഇമ്പോർട്ടന്റ് മെഡിസിൻസ് ആണ് സെപ്പിയ 30, കൊണിയമാക് 30. ദാറ്റ് ഈസ് സ്പോട്സ് ഓഫ് ബ്ലഡ് ഇൻ പ്രഗ്നന്റ് ഫീമെയിൽ. അതാണ് സെപ്പിയും കൊണിയമാക്കും പറയുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് അക്കാലിഫയും കാലിഫോസും ആണ്. നോട്ട് ഓൺലി ഇൻ പ്രഗ്നന്റ് വുമൻ ബട്ട് ഇൻ ഓൾ കേസസ്, എല്ലാ കേസസിലും അത് എന്തായിക്കോട്ടെ, എവിടെ നിന്നുള്ള ബ്ലീഡിംഗ് ആണെങ്കിലും സ്പോട്ടിംഗ് ആണെങ്കിലും ഇത് നല്ലതാണ്. നെക്സ്റ്റ്, പ്രൊഫ്യൂസ് ഫ്ലോ ഓഫ് തിൻ ബ്ലാക്ക് ബ്ലഡ്. ഒരു സ്പോട്ടിംഗ് അല്ല, പക്ഷെ നല്ല പ്രൊഫ്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രഗ്നന്റ് വുമൻ എന്നുണ്ടെങ്കിൽ സിക്കൈൽ കോർ 30 കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാൽക്കേരിയ ഫ്ലൂർ 6X, രണ്ടും ഒരു 3 ടാബ്ലറ്റ് കൊടുക്കാം. കാൽക്കേരിയ ഫ്ലൂർ 6X രണ്ടും 4 times ഡെയിലി. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് വെച്ചാൽ കാലിഫോസും കാൽക്കേരിയ ഫ്ലൂറും. കാലിഫോസ് എന്ന് പറയുമ്പോൾ സ്പോട്ടിങ്സ് ആണ്,
നോട്ട് ഓൺലി ഇൻ പ്രഗ്നന്റ് വുമൻ, പക്ഷെ ഏത് കേസിനാണെങ്കിലും സ്പോട്ടിംഗ് ആണെങ്കിൽ നമുക്ക് കാലിഫോസും, അല്ലാതെ പ്രൊഫ്യൂസ് ബ്ലീഡിങ്, അതിന് നമ്മൾ ഫ്ലഡിംഗ് എന്നാണ് പറയാ. ഫ്ലഡിംഗ് പോലെ ഇങ്ങനെ ഗഷസ് ആയിട്ട് ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കും, അതിന് കാൽക്കേരിയ ഫ്ലൂർ 6X ആണ് കൊടുക്കുക. ഇപ്പൊ ഈവൻ മെൻസസ് ആണെങ്കിൽ പോലും ചിലവർ പറയും സ്പോട്ട് ആയിട്ട് വരുന്നു. ഇപ്പോ മെനോപോസ് ആയിട്ടുള്ള ഫീമെയിൽസ് ഒക്കെ ഉണ്ടാവും, അവർക്കെല്ലാം നിന്നിട്ടുണ്ടാവും, മെൻസ്ട്രൽ ഫ്ലോ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും അവർ പറയും ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പോട്ടിങ് വരുന്നു എന്ന്. അപ്പൊ അവർക്കൊക്കെ കൊടുക്കുക അലിഫ ഇൻഡിക്ക 3X കൊടുക്കും, എന്നിട്ട് കാലിഫോസും കൊടുക്കും. പക്ഷെ ഇതേ സമയം ഫ്ലഡിങ് ആയിട്ട് ഗഷിങ് ഓഫ് ബ്ലഡ് ആണെന്നൊക്കെ പറയുകയാണെങ്കിൽ അത് കാൽക്കേരിയ ഫ്ലൂർ 6X ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ. പക്ഷെ ഇപ്പൊ പ്രഗ്നന്റ് വുമനിൽ ഇത്രയും പ്രൊഫ്യൂസ് ഫ്ലോ ഓഫ് ബ്ലഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മെഡിസിൻ കൊടുക്കാം. ഇപ്പൊ സിക്കെയിൽക്കൂറും കാൽക്കേരിയ ഫ്ലൂറും കൊടുക്കാം. പക്ഷെ അവരോട് എന്തായാലും ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പറയണം. കാരണം എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് എന്താ പറയുക, ഡയഗ്നോസ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് പിന്നെ ബ്ലെയിം വരും. അപ്പൊ അതുകൊണ്ടാണ് ഗൈനക്കോളജിസ്റ്റിനെയും കൂടെ കാണുക, അതിന്റെ കൂടെ നമ്മളുടെ മെഡിസിനും കൂടെ കഴിക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇൻസോംനിയ ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് ഉറക്കമില്ലായ്മ. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നത് എന്താ വെച്ചാല് കാൽക്കേരിയ അല്ല കാലിഫോ 6X 3 ടാബ്സ് 3 ടൈംസ് ഡെയിലി കൊടുക്കുക. പിന്നെ അറ്റ് നൈറ്റ് പാസിഫ്ലോറ മദർ ടിഞ്ചർ 10 ഡ്രോപ്സ്, ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പാസിഫ്ലോറ മദർ ടിഞ്ചർ 10 ഡ്രോപ്സ് കൊടുക്കുക, ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ കൊടുക്കാം. പാസിഫ്ലോറ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം പാഷൻ ഫ്രൂട്ട് ആണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമില്ല, കാരണം ഒരു ജ്യൂസ് പോലെ തന്നെയല്ലേ ഇത്, നമ്മൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കഴിക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പാസിഫ്ലോറ മദർ ടിഞ്ചർ കൊടുക്കാം. പിന്നെ ബെഡ് ടൈം ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പാസിഫ്ലോറ മദർ ടിഞ്ചർ കൊടുക്കാം. കിടക്കുന്നതിന്റെ തൊട്ട് മുന്നേ ആബ്സിന്ത്യം 30 ഒരു ഡ്രോപ്പോ അല്ലെങ്കിൽ ഒരു 5 പിൽസോ കഴിക്കാം. ആബ്സിന്ത്യം എന്തുകൊണ്ടാ പറയുന്നത് വെച്ചാല് ബ്രെയിൻ ടോണിക് ആണ് ആബ്സിന്ത്യം. എന്തെങ്കിലും സെറിബ്രൽ ഇറിറ്റേഷനോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റും, അതിന് വേണ്ടിയിട്ടാണ് ആബ്സിന്ത്യം. പിന്നെ ആബ്സിന്ത്യം പറയുമ്പോൾ ബെസ്റ്റ് റെമഡി ഫോർ സ്ലീപ്ലെസ്നെസ് കൂടിയാണ്. ഇൻസോംനിയക്കുള്ള ബെസ്റ്റ് മെഡിസിൻ ആണ് ആബ്സിന്ത്യം 30. പിന്നെ നല്ലൊരു ബ്രെയിൻ ടോണിക്കും ആണ്, അതാണ് ഇത് പറയുന്നത്. പിന്നെ അല്ലാതെ നമുക്കിപ്പോ കോഫിയ ക്ലൂഡ കൊടുക്കാം ഡ്യൂറിങ് പ്രഗ്നൻസി. ഇപ്പൊ ഇൻസോംനിയ ഉണ്ടെങ്കിൽ കോഫിയ ക്ലൂഡ 30 അല്ലെങ്കിൽ ബെലഡോണ 30 ഒക്കെ കൊടുക്കാം. അത് രാത്രി മാത്രം കൊടുത്താൽ മതി. അറ്റ് ബെഡ് ടൈം കിടക്കുന്നതിന്റെ കുറച്ച് മുന്നേ ഒരു 5 പിൽസ് കഴിക്കാൻ മതി. അത് കോഫിയ ക്ലൂഡ ആണെങ്കിലും ബെലഡോണ ആണെങ്കിലും അങ്ങനെ കഴിക്കാൻ പറയാം. പിന്നെ നൈറ്റ് മെയർ ഉണ്ടെങ്കിൽ അക്കോണിക് നാപ്പല്ലസ് 30 ആണ് പറയുന്നത്. അതും അതേപോലെ ബെഡ് ടൈമിൽ മാത്രം കൊടുത്താൽ മതി ഇൻസോംനിയ. അത്രയും സിവിയർ ഇൻസോംനിയക്ക് ആണെങ്കിൽ കാലിഫോ 6X 3 ടൈംസ് ഡെയിലി, പിന്നെ പാസിഫ്ലോറിയം ആബ്സിന്റേ കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കൊടുക്കാം. പിന്നെ സ്ലീപ്ലെസ് ഇൻ പ്രഗ്നന്റ് വുമൻ ഫോർ മെനി നൈറ്റ്സ്, ഒട്ടും ഉറക്കൂല ഒരുപാട് രാത്രി പറയുകയാണെങ്കിൽ അനാകാർഡിയം ഓറിയന്റാലിസ് 30 ആണ് കൊടുക്കുക. അങ്ങനെ. അപ്പൊ ഇതൊക്കെയാണ് ഇൻസോംനിയക്കുള്ള മെഡിസിൻസ്. ഇനി നെക്സ്റ്റ് ഡയബറ്റിസ് ഡ്യൂറിങ് പ്രഗ്നൻസി. നമ്മള് പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റിസും കാണാറുണ്ട്. അപ്പൊ കൊടുക്കേണ്ടത് ട്രിബുലസ് ടെറസ്ട്രിസ് മദർ ടിഞ്ചർ ഒരു 15 തുള്ളി കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സിഞ്ചിബർ 30 ഒരു ഡ്രോപ്പ് ആയിട്ട് ഒന്നെങ്കിൽ ഡയറക്ട്ലി ഓൺ ദ ടങ്ക് കഴിക്കാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് സിഞ്ചിബർ 30 ഒറ്റിച്ചിട്ട് ഡെയിലി 4 ടൈംസ് കഴിക്കാൻ പറയാം. ഇനി ഡെലിവറി കഴിഞ്ഞ് ഒരു 2-3 മന്ത്സ് കഴിഞ്ഞിട്ടും ആ ഡയബറ്റിസ് അതേപോലെ നിൽക്കുകയാണെങ്കിൽ പിന്നെ അവരോടത്ത് ഒന്ന് ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ വേറൊരു ഫിസിഷ്യനെയോ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ പറയുന്നത് നല്ലതാണ്. ഈ ട്രിബുലസ് എന്ന് പറയുന്നത് ഞെരിഞ്ഞിലാണ്, അതുകൊണ്ട് അതും സേഫ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ സാധാരണ വീടുകളിലൊക്കെ ചിലപ്പോൾ ഞെരിഞ്ഞിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അതിനിപ്പോ പതിമുഖം ഇടാറുണ്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ, അതേപോലെ ഞെരിഞ്ഞലും ചിലവരൊക്കെ ഇടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ ഡേഞ്ചർ ഒന്നും അല്ല, സേഫ് ആണ് കൊടുക്കുന്നത്. ഇനി ലോ സോഡിയം ആൻഡ് പൊട്ടാഷ്യം ഡ്യൂറിങ് പ്രഗ്നൻസി. ലോ സോഡിയം പറയുമ്പോൾ നമുക്കറിയാം നാട്രമ്യൂർ ആണ്, ലോ പൊട്ടാഷ്യം എന്ന് പറയുമ്പോൾ കാലിമ്യൂർ ആണ്. അപ്പൊ ലോ നാട്രമ്യൂർ 3X നല്ലതാണ്, 6X നല്ലതാണ്. അതേപോലെ തന്നെ കാലിമ്യൂറും 3X and 6X നല്ലതാണ്. അപ്പൊ അതിൽ 2+2 ടാബ്സ് കാലിമ്യൂർ 6X 2 ടാബ്ലറ്റ് എടുക്കുക, നാട്രമ്യൂർ 6X 2 ടാബ്ലറ്റ് എടുക്കുക. അങ്ങനെ 4 ടാബ്ലറ്റ്സ് ഒരുമിച്ച് കഴിക്കുക, അങ്ങനെ 4 ടൈംസ് ഡെയിലി. അതാണ് ലോ സോഡിയം ലോ പൊട്ടാഷ്യം ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടത്. ഇപ്പൊ ഇത് പ്രഗ്നൻസി അല്ല, നോൺ പ്രഗ്നന്റ് ആയിട്ടുള്ള ആർക്കെങ്കിലും ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ഒരുപാട് യങ്സ്റ്റേഴ്സ് തന്നെ ഉണ്ട് ഭയങ്കര തലകറക്കം, ചിലപ്പോൾ തല കറങ്ങി അവര് വീഴും എന്നൊക്കെ പറയും, ഭയങ്കര അൺകോൺഷ്യസ് ആയി പോകും. അപ്പൊ നമ്മൾ ബ്ലഡ് റൂട്ടീൻ ചെക്ക് ചെയ്യുമ്പോൾ സോഡിയം പൊട്ടാഷ്യം എഴുതി കൊടുക്കും. അപ്പൊ നോക്കുമ്പോൾ സോഡിയം പൊട്ടാഷ്യം ലോ ആയിരിക്കും. വയസ്സായവർക്കും അങ്ങനെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്ക് നാട്രമ്യൂറിലും കാലിമ്യൂറിലും ഫ്യൂ ഡ്രോപ്സ് ഓഫ് ക്യാംഫർ 3X ഒറ്റിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോ പ്രഗ്നന്റ് ആയതുകൊണ്ട്
നമ്മൾ ജസ്റ്റ് നാട്രമ്യൂറും കാലിമ്യൂറും മാത്രം കൊടുക്കുന്നു. അല്ലാത്തവർക്ക് ക്യാംഫറും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. നെക്സ്റ്റ്, ഹൈ BP ഡ്യൂറിങ് പ്രഗ്നൻസി. ഹൈ BP ഡ്യൂറിങ് പ്രഗ്നൻസി പറയുമ്പോൾ അലിയം സെറ്റൈവം മദർ ടിഞ്ചർ 15 ഡ്രോപ്സ് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നാട്രമ്യൂർ 6x മെഡിക്കേറ്റഡ് വിത്ത് ബെലഡോണ 30 അത് 3 ടാബ്ലറ്റ് ഡെയിലി 3 ടൈംസ് കൊടുക്കുക. അപ്പൊ അതിന് ഹൈ BPക്ക് നല്ലതാണ്. പക്ഷെ എന്തായാലും ഗൈനക്കോളജിസ്റ്റിനെയും കൂടെ കാണണം. പിന്നെ അവർക്ക് റെഗുലർ ആയിട്ട് അവരുടെ BP ചെക്ക് ചെയ്യാൻ വേണ്ടി പറയണം. ഈവൻ ഡെയിലി പറ്റുകയാണെങ്കിൽ ഡെയിലി അടുത്ത എവിടെയെങ്കിലും ഡോക്ടറിനെ പോയി കണ്ടിട്ട് ഡെയിലി BP ചെക്ക് ചെയ്യാൻ പറയണം. കാരണം അത് അത്രയും മോണിറ്റർ ചെയ്യണം. പല ഹൈ BP ആകുമ്പോൾ നമുക്ക് പല കോംപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ പെട്ടെന്ന് വന്നാൽ ചിലപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനാണ് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തും എപ്പോഴും കോണ്ടാക്ട് വേണമെന്ന് പറയണത്. പിന്നെ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണണ്ട പറഞ്ഞു, നമ്മൾ മാത്രം മെഡിസിൻ കൊടുത്തു, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പേഷ്യന്റ് നമ്മളെ ബ്ലെയിം ചെയ്യും. ഡോക്ടർ അല്ലേ പറഞ്ഞത്, എല്ലാം ഓക്കെ ആവും, പിന്നെ ഇപ്പൊ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറ്റില്ല. ഗൈനക്കോളജിസ്റ്റിനെയും കാണാം, കൂടെ നമ്മളുടെ മെഡിസിനും കൂടെ കൊടുക്കുക സപ്പോർട്ടീവ് ആയിട്ട്. നെക്സ്റ്റ്, ലോ BP ഡ്യൂറിങ് പ്രഗ്നൻസി. ലോ BP കൊടുക്കുന്നത് അശ്വഗന്ധ മദർ ടിഞ്ചർ 10 ഡ്രോപ്സ് പ്ലസ് ആഫ്റ്റർ 15 മിനിറ്റ്സ് നാജ 30 ബോത്ത് 3 ടൈംസ് ഡെയിലി. അതാണ്. അപ്പൊ അശ്വഗന്ധ നാജ പറയുമ്പോൾ പ്രഗ്നന്റ് വുമൻസിന് മാത്രമല്ല, നോൺ പ്രഗ്നന്റ് ആയിട്ടുള്ള എത്രയോ പേർക്ക്, ഇപ്പൊ ചിലവർക്കൊക്കെ 90-60 ഒക്കെ BP ഉള്ളവർക്ക് അശ്വഗന്ധയും നാജയും 3 to 4 ടൈംസ് കൊടുക്കും ഡെയിലി. ഒരു വിത്തിൻ 1 വീക്ക് ഒക്കെ ഒരു ഫീഡ്ബാക്ക് കേസ് കിട്ടിയിട്ടുണ്ട്. ഒരു ഡോക്ടറാണ് അങ്ങനെ ഫീഡ്ബാക്ക് പറഞ്ഞത്. വളരെ ലോ BP ആണ്, എപ്പോഴും ക്ഷീണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊടുത്തു. വിത്തിൻ 1 വീക്ക് ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു BP ഒരു 110-80 അങ്ങനെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും BP ഇങ്ങനെ കാണിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. നല്ലൊരു പ്രിസ്ക്രിപ്ഷൻ ആണ് ഇത് കൊടുക്കാം. പിന്നെ അശ്വഗന്ധയും നാജിയും മാത്രമല്ല, അതിന്റെ കൂടെ ടൊമാറ്റോ സൂപ്പും കൂടെ കഴിക്കാൻ വേണ്ടി പറയാം. ഇതൊക്കെ ഇപ്പൊ നാച്ചുറലി പണ്ട് കാലത്തൊക്കെ ഇപ്പൊ വീട്ടിലാണെങ്കിലും പ്രഗ്നന്റ് വുമൻസിനൊക്കെ ടൊമാറ്റോ സൂപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കും, തക്കാളി സൂപ്പൊക്കെ. അപ്പൊ എന്താ വെച്ചാൽ ഒരു തക്കാളി, ഒരു 7-8 സ്മോൾ ഓണിയൻ ഇടും, ചെറിയ ഉള്ളി ഇടും, പിന്നെ ഒരു 4-5 ഗാർലിക്. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം ടേസ്റ്റിന്. സ്വീറ്റ് ആണെങ്കിൽ സ്വീറ്റ് ഇടാം, സോൾട്ട് ആണെങ്കിൽ സോൾട്ട് ഇടാം. സോൾട്ട് ആണെങ്കിൽ കുറച്ചൊന്ന് കല്ലുപ്പ് ഇടുക, അതാണ് നാച്ചുറൽ സോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ പെപ്പറോ അല്ലെങ്കിൽ ജീരകം, മഞ്ഞപ്പൊടി, മുളക് പൊടി, എങ്ങനെ വേണമെങ്കിലും സൂപ്പ് ഉണ്ടാക്കാം. പക്ഷെ ഈ തക്കാളി, ചെറിയുള്ളി, ഗാർലിക് ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. നമ്മൾ രസമൊക്കെ വെക്കുന്ന പോലെ ഉണ്ടാക്കാം. അപ്പൊ ഇതൊക്കെ ഡെയിലി കുറച്ച് കുറച്ച് കഴിച്ചു വരുമ്പോൾ എന്താ വെച്ചാ ഒന്ന് ലോ BP ഉണ്ടാവില്ല, പിന്നെ കുറച്ചും കൂടെ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും നാച്ചുറലി. ഇപ്പം നമുക്ക് ടൊമാറ്റോ തന്നെ മെഡിസിൻസ് ഉണ്ട്, അതേപോലെ ഓണിയൻ, ഗാർലിക് എല്ലാത്തിനും നമുക്ക് മെഡിസിൻസും ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ എഫക്ട് എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അതില് ഒരു ജീരകം ഇടുന്നു, മഞ്ഞപ്പൊടി ഇടുന്നു. മഞ്ഞപ്പൊടി ഒക്കെ പറയുമ്പോൾ എല്ലാത്തിനും ഒരു ആന്റിബയോട്ടിക് ആക്ഷൻ ആണ് മഞ്ഞപ്പൊടിക്കൊക്കെ. അപ്പൊ അത് കിട്ടിക്കോളും. പിന്നെ കുരുമുളക് ഇടുന്നു, അപ്പൊ ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് കഴിക്കാൻ പറയും. അതേപോലെ പ്രഗ്നന്റ് ലേഡീസിന്റെ അടുത്ത് ഈ ഞെരിഞ്ഞലിട്ട വെള്ളം, ചിലപ്പോ ഈ ചിലർക്ക് ഈ വെറ്റില കഴിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു വെറ്റില എടുത്തിട്ട് പിച്ചി ചീന്തിയിട്ട് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും മതി. ജീരകം, ഞെരിഞ്ഞല്, അതേപോലെ രാമച്ചത്തിന്റെ വേരുണ്ടാവും, അതിടാം. ഇത് വെറ്റിലേക്ക് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം അരിച്ചെടുത്തിട്ട് അത് കുടിക്കുന്നതും നല്ലതാണ് പ്രഗ്നൻസി ടൈമില്. നെക്സ്റ്റ് പ്രിസ്ക്രിപ്ഷൻ, ലോവർ അബ്ഡമൻ ഫുൾ ഓഫ് ഗ്യാസ് വിത്ത് ഒക്കേഷണൽ പെയിൻസ്. ഒരു ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് വരും ചിലപ്പം, വയറ് ഫുള്ളും ഒന്ന് മുറുകിയിട്ട് ഭയങ്കര ഗ്യാസ് ആണ്, ഭയങ്കര വേദന എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഷെമോമില്ല മദർ ടിഞ്ചർ ഒരു 5 ഡ്രോപ്സ് കൊടുക്കുക. ഒരു കാട്ടംബ്ലർ ഹോട്ട് വാട്ടറിൽ കൊടുക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ബെറേറ്റ മ്യൂർ 3x മെഡിക്കേറ്റഡ് വിത്ത് ലൈക്കോപോഡിയം 30. ബെറേറ്റ മ്യൂർ എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിൽ ആക്ഷൻ ഉള്ള മെഡിസിൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ബെറേറ്റ മ്യൂർ 3x സെലക്ട് ചെയ്തത്. പിന്നെ ലൈക്കോപോഡിയം 30 അതും എല്ലാവർക്കും അറിയാം, നല്ലൊരു ഗ്യാസിനുള്ള ഒരു മരുന്നാണ്, ഗ്യാസ്ട്രൈറ്റിസിനും ഹൈപ്പർ അസിഡിറ്റിക്കും എല്ലാത്തിനുള്ള മരുന്നാണ്. അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്. പിന്നെ ഷമോമില്ല ഗ്യാസ്ട്രൈറ്റിസിനും നല്ലതാണ്, മീൻസ് ഹൈപ്പർ അസിഡിറ്റി, ഹാർട്ട് ബേൺ അതിനും നല്ലതാണ്, അതേപോലെ പെയിൻസിനും നല്ലതാണ്. അപ്പൊ അതുകൊണ്ടാണ് ചെയ്തത്. പിന്നെ അതേപോലെ ലൈറ്റ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാൻ വേണ്ടി പറയാം. ഒരുപാട് മസാല, സ്പൈസി ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാനും കൂടെ പറയാം.
നെക്സ്റ്റ് UTI ഡ്യൂറിങ് പ്രഗ്നൻസി, അതും വളരെ കോമൺ ആണ്. പ്രഗ്നന്റ് വുമനിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുക. അപ്പൊ അതിന് ഉവ ഉർസി മദർ ടിഞ്ചർ ഒരു 20 ഡ്രോപ്സ് ഒരു 1 ലിറ്റർ ഓഫ് ബാർലി വാട്ടറിൽ കൊടുക്കാം. അത് നല്ലതാണ്. അല്ലെങ്കിൽ മലര് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ അത് പഫ്ഡ് പാഡി ആ വെള്ളത്തിലാണെങ്കിലും ഒരു 20 ഡ്രോപ്സ് ഉവ ഉർസി മദർ ടിഞ്ചർ ആഡ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. ഒരു സിപ്പ് ഓരോ തവണയും ഒരു സിപ്പ് എടുക്കുമ്പോൾ ഒരു 10 തവണയെങ്കിലും ഷെയ്ക്ക് ചെയ്തിട്ട് ഓരോ സിപ്പ് എടുക്കാൻ വേണ്ടി പറയാം. അപ്പൊ അതും നല്ലതാണ്. പിന്നെ പൈറോജൻ 30 ഒരു 4 ടൈംസ് ഡെയിലി കൊടുക്കാം. പൈറോജൻ പിന്നെ അറിയാം സെപ്റ്റിസിമിയയ്ക്ക് ബെസ്റ്റ് മെഡിസിൻ ആണ് പൈറോജൻ 30. അപ്പൊ എന്ത് സെപ്റ്റിക് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും പൈറോജൻ 30 കൊടുത്താൽ നല്ല ആക്ഷൻ ആയിരിക്കും. നെക്സ്റ്റ് യൂറിനറി ഇൻഫെക്ഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി, ജസ്റ്റ് ഒരു പോയിന്റ് റെഫറൻസിന് വേണ്ടി ആഡ് ചെയ്താണ്. Urinary infection during pregnancy, toxemic conditions of pregnancy, especially urinary symptoms marked, and also UTI during pregnancy എന്ന് പറയുമ്പോൾ കാലി ക്ലോറിക്കം 6E അല്ലെങ്കിൽ 30 ആണ് മെഡിസിൻ. അപ്പൊ ഇത്രേ ഉള്ളൂ പ്രിസ്ക്രിപ്ഷൻസ്. ഏകദേശം നമുക്ക് കിട്ടാവുന്ന ഇമ്പോർട്ടന്റ് പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ലേബർ പെയിൻസ് അപ്പിയേഴ്സ് ആൻഡ് ഡിസപ്പിയർ, അതായത് വേദന വരും പോവും. അങ്ങനെയാണെങ്കിൽ ജെൽസീമിയം 3X പിൽസിലായിട്ട് മെഡിക്കേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് 5 പിൽസ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ഇന്റർവെല്ലിൽ കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പൊ അത് നല്ലതാണ്. ലേബർ പെയിൻസ് അപ്പിയേഴ്സ് ആൻഡ് ഡിസപ്പിയേഴ്സ്. പിന്നെ ഇൻഎഫക്ച്വൽ ലേബർ പെയിൻസ്, അതിന് നാട്രമ്യൂർ 6X30 കൊടുക്കാം. നെക്സ്റ്റ് അംബിലിക്കൽ കോഡ് അറൌണ്ട് നെക്ക് ഓഫ് ഫീറ്റസ്. ഇത് ഒരു ഹോമിയോ ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞത് 2 ദിവസം ഡെലിവറിക്ക് ഒരു 2 ദിവസം മുന്നാണ് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ അംബിലിക്കൽ കോഡ് കുട്ടിന്റെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ടാണ് വിളിച്ചത്. അപ്പൊ സാറ് പറഞ്ഞു പൾസാറ്റില 30 ഒരു 2 hourly കഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഏകദേശം ഒരു 4 to 5 ടൈംസ് ഡെയിലി പിൽസിലാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഡോക്ടർ കഴിച്ചിട്ട് ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വിളിച്ചത്. ഡെലിവറിക്ക് 2 ദിവസം മുന്നേ ആദ്യം വിളിച്ചു. പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു 2 ദിവസം അങ്ങനെ കഴിച്ചു. പിന്നെ ആ ഡേറ്റിന്റെ ആ ദിവസം സ്കാൻ ചെയ്തപ്പോൾ നോർമൽ ആയിരുന്നു, അതൊക്കെ റിലീവ് ആയി. പിന്നെ നോർമൽ ഡെലിവറി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയതാണ് പൾസാറ്റില 30. പിന്നെ അതേപോലെ മാൽ പൊസിഷൻ ഓഫ് ഫീറ്റസ്. ഇപ്പൊ നമ്മള് സ്കാൻ ചെയ്യുമ്പോൾ ഡെലിവറി സമയത്ത് സ്കാൻ ചെയ്യുമ്പോൾ കുട്ടി കറക്റ്റ് പൊസിഷൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ ബ്രീച്ച് ഡെലിവറി ആണ്, അങ്ങനത്തെ ചാൻസ് ഒക്കെ ഉണ്ട് പറയുമ്പോഴും നമുക്ക് പൾസാറ്റില 30 കൊടുക്കാം. എന്തായാലും ഒരു ഡെലിവറിക്ക് ഒരു 3 or 4 days മുന്നേ അവർ ഒന്ന് സ്കാൻ ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് കാണുമ്പോൾ പൾസാറ്റില 30 ഒരു 4 to 5 ടൈംസ് കൊടുക്കാം. അത് അപ്പൊ തന്നെ മാറിയതായിട്ട് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഹോമിയോ ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ പേഷ്യൻസിന്റെ അടുത്തുനിന്നും കിട്ടിയിട്ടുണ്ട് ഫീഡ്ബാക്ക്. പിന്നെ ഫീറ്റസ് ലൈയിങ് ക്രോസ് വൈസ് ഡ്യൂറിങ് പ്രഗ്നൻസി, ക്രോസ് വൈസ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ആർണിക്ക 30. പിന്നെ ഫോൾസ് കൺസെപ്ഷൻ, അത് പറയുമ്പോൾ ഒന്നുകൂടെ എന്താ പറയാ സൈക്കോളജിക്കൽ ആയിരിക്കും. കൺസീവ് ആയിട്ടില്ല, പക്ഷെ കൺസീവ് ആണോന്ന് കൺസീവ് ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അത് പൾസാറ്റില 30. പിന്നെ കൊളോഫൈലം 30, 3X അതൊക്കെ നല്ലതാണ്. സോറി. നെക്സ്റ്റ് നമുക്ക് കുട്ടികളിൽ ഇപ്പോ ജനറ്റിക്കൽ അബ്നോർമാലിറ്റീസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ശരിയല്ല പറഞ്ഞിട്ട് വരും. നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ഗ്രോത്ത് പോരാന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാവുന്നതാണത്. മെർക്സോൾ 50 ഒരൊറ്റ ഡോസ് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ഡേ മുതൽക്ക് സിക്കെയിൽകോർ 30 കൊടുക്കുക, 3 ടൈംസ് ഡെയിലി 3 നേരം കൊടുക്കുക. പിന്നെ ബെർബറി സെക്കിഫോളിയം മദർ ടിഞ്ചർ 1 ലിറ്റർ വെള്ളത്തിൽ ഒറ്റിച്ചിട്ട് 20 ഡ്രോപ്സ് ഒറ്റയ്ക്ക്, എന്നിട്ട് അതേപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് സിപ്പായിട്ട് കഴിക്കാൻ വേണ്ടി പറയാം. പിന്നെ കാൽക്കേരിയ ഫോസ്, കാൽക്കേരിയ ഫ്ലൂറ, മാക്ഫോ 6X മൂന്നിനും 2+2+2 ടാബ്സ് എടുക്കുക. എന്നിട്ട് എല്ലാം 2 ടൈംസ്. അത് ഏർലി മോർണിംഗും ബെഡ് ടൈം മാത്രം കഴിച്ചാൽ മതി. ഇത് എന്തിനാന്ന് വെച്ചാൽ പ്രോപ്പർ ഗ്രോത്ത് ഓഫ് ദ ഫീറ്റസ് ആണ്. ഇപ്പോൾ കാൽക്കേരിയ ഫോസും ഫ്ലൂറും മാക്ഫോസും കൊടുക്കുമ്പോൾ എല്ലാ സപ്ലിമെന്റ്സും കാൽഷ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസും ഗ്രോത്തിന് ആവശ്യമുള്ള എല്ലാ സപ്ലിമെന്റ്സും കിട്ടും. അപ്പൊ അതിനാണ് ഇങ്ങനെ ഡെയിലി 2 നേരം പറഞ്ഞത്. പിന്നെ മെർക്സോൾ 50 അത് ബാലേന്ദ്രൻ ഡോക്ടറാണ് പറയാ. ജനറ്റിക്കൽ ആൻഡ് ഹെറിഡിറ്ററി കംപ്ലൈന്റ്സിന് എല്ലാത്തിനും മെർക്സോൾ 50 വളരെ നല്ലതാണ് പറയും. അപ്പൊ അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്. പിന്നെ ബെർബറി സെക്കിഫോളിയം
ബെർബറിസ് അക്വിഫോളിയം പറയുമ്പോൾ നമുക്ക് ബോറിക്കിൽ എഴുതിയിട്ടുണ്ട് എവിഡൻസ് ഓഫ് ഇൻകംപ്ലീറ്റ് മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. എവിടെയാണെങ്കിലും ഇൻകംപ്ലീറ്റ് മെറ്റാമോർഫോസിസ് ലൈക്ക് അതുകൊണ്ടുണ്ടാവുന്ന സിംറ്റംസ് കാണുകയാണെങ്കിൽ നമുക്ക് ബെർബറിസ് അക്വിഫോളിയം കൊടുക്കാം. അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്യാൻ കാരണം. ഇപ്പൊ പ്രഗ്നന്റ് വുമനും ഗ്രോത്ത് വന്നില്ല എന്ന് പറയുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് മെറ്റാമോർഫോസിസ് ആണ്. ഇപ്പൊ കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ട്, അതെന്താ വെച്ചാൽ ഇൻകംപ്ലീറ്റ് മെറ്റാമോർഫോസ് ആണ്. അപ്പൊ ഈ ജനിച്ച കുട്ടികൾക്കും വേണമെങ്കിൽ ബെർബറിസ് അക്വിഫോളിയം മദർ ടിഞ്ചർ ഒരു 1 ഡ്രോപ്പ് വെച്ചിട്ട് 3 ടൈംസ് ഡെയിലി കൊടുക്കാം. കാരണം ഇൻഫന്റ് ആണല്ലോ, അപ്പൊ ഒരുപാട് ഡ്രോപ്സ് വേണ്ട, 1 ഡ്രോപ്പ് മതി, 3 ടൈംസ് ഡെയിലി കൊടുക്കാം. ജനിച്ച കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതാണ്. പിന്നെ സിക്കയിൽ കോർ അറസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഫീറ്റസ് ഡ്യൂറിങ് പ്രഗ്നൻസി, അതിനാണ് സിക്കയിൽ കോർ പറയുന്നത്. ഇതാണ് പ്രിസ്ക്രിപ്ഷൻ. അമ്മയ്ക്കാണ് കൊടുക്കേണ്ടത്. മെർക്സോൾ 50 mg, സിക്കയിൽ കോർ, ബെർബറിസ് അക്വിഫോളിയം എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി വേറൊരു പ്രിസ്ക്രിപ്ഷൻ ആണ്. ഇതും നമുക്ക് സ്കാൻ ചെയ്യുമ്പോഴാണ് പറയാ, ചിലപ്പോ കുട്ടിക്ക് വെയിറ്റ് പോരാ അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് ഫീറ്റസ് ആണെന്ന് പറയുമ്പോൾ കൊടുത്ത് ഫീഡ്ബാക്ക് കിട്ടിയതാണ്. ഇതും ഒരു ഡോക്ടർ തന്നെയായിരുന്നു സ്കാൻ ചെയ്തപ്പോൾ, ഹോമിയോ ഡോക്ടർ തന്നെയായിരുന്നു സ്കാൻ ചെയ്തപ്പോൾ കുട്ടിക്ക് വെയിറ്റ് പോരാ, ഇനി ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർ അബോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സാറ് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് അബോർഷൻ വേണ്ട, നമുക്കൊന്ന് കഴിച്ചു നോക്കാം, എന്നിട്ട് അടുത്ത സ്കാനിലും കുട്ടിക്ക് നോർമൽ വെയിറ്റ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അപ്പൊ ആലോചിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തു. അശ്വഗന്ധ മദർ ടിഞ്ചർ 10 ഡ്രോപ്സും കൊടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തൈറോയിഡിനും 3x 6x ഏതായാലും കുഴപ്പമില്ല, ഒരു 2 ടാബ്ലറ്റ് അങ്ങനെ ഡെയിലി 4 ടൈംസ് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അടുത്ത സ്കാൻ ആയപ്പോഴേക്കും കുട്ടി നോർമൽ വെയിറ്റ് ആയി. പിന്നെ ആ ഡോക്ടർ ഡെലിവറി വരയ്ക്കും അത് കണ്ടിന്യൂ ചെയ്തു. ആ ഡോക്ടറും പിന്നെ നോർമൽ ഡെലിവറി തന്നെയായിരുന്നു. അപ്പൊ ഇത് ഫീഡ്ബാക്ക് കിട്ടിയ കേസാണ് അശ്വഗന്ധയും തൈറോയിഡിനും. അപ്പൊ അശ്വഗന്ധ എന്ന് പറയുമ്പോൾ ഗ്രോത്ത്, ഇപ്പൊ നമ്മൾ ഇൻഫൻസിനും കൊടുക്കും. ഇപ്പൊ ജനിച്ച കുട്ടികള് ഇൻഫൻസ് ആയിരിക്കും, പക്ഷെ അവര് ഭയങ്കര ഇൻഫൻസ് ഷ്രങ്കൻ ആൻഡ് ലുക്ക് ലൈക്ക് മങ്കീസ് എന്നാണ് പറയാ അശ്വഗന്ധിയും തൈറോയിഡിനും. ജനിച്ച കുട്ടികള് നമ്മളുടെ അടുത്ത് വരുമ്പോ ഒരു മങ്കി ലൈക്ക് ഫേസ് ആയിരിക്കും, അത്രയും മെലിഞ്ഞൊട്ടി ഒന്നുമില്ലാതെ. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്കും ഇത് കൊടുക്കാം. ജനിച്ച അപ്പൊ ഇൻഫൻസിനെ കൊടുക്കുമ്പോ അശ്വഗന്ധ മദർ ടിഞ്ചർ ഒരു 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ അങ്ങനെയേ വേണ്ടൂ. പിന്നെ തൈറോയിഡിനും 3x ഒക്കെ ഒരു ടാബ്ലറ്റ് കൊടുത്താലേ മതി. അത് പൊടിച്ചിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ ചെറിയ ഇൻഫൻസിനൊക്കെ ആകുമ്പോൾ ഒരു 2-3 ടൈംസ് ഡെയിലി കൊടുക്കാം. അപ്പൊ ഇതിപ്പോ രാംസാർ പറയാ, പണ്ട് ഇപ്പൊ ഉള്ള ഒരു 20-25 ഇയേഴ്സ് ബാക്ക് ഒക്കെ പഴയ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അപ്പൊ ഇങ്ങനെ വരുമായിരുന്നു. ഇപ്പൊ 1-2 കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടീനെ കാണുമ്പോഴേ അറിയാം ഇൻഫന്റ് ഷ്രങ്കൻ ആയിരിക്കും, ലുക്കിംഗ് ലൈക്ക് ഓൾഡ് മങ്കീസ്. അപ്പൊ ആ സമയത്ത് അശ്വഗന്ധിയും തൈറോയിഡിനും ജനിച്ച കുട്ടികൾക്കാണ് കൊടുത്തിട്ടുള്ളത്, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ മദറിനും കൊടുത്തിട്ടുണ്ട്, അതിനും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻഹെറിറ്റഡ് കംപ്ലൈൻസ് ഇൻ ചിൽഡ്രൻ. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻഹെറിറ്റഡ് കംപ്ലൈൻസ് കുട്ടി ജനിച്ചതിന് ശേഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ സിഫ്ലിനും 1 മെഡോറിനും 1 രണ്ടും നല്ല മെഡിസിൻ കൊടുക്കാം, കുട്ടികൾക്ക് കൊടുക്കാം. അതേപോലെ ഹെറിഡിറ്ററി പ്രോബ്ലംസ് ഓൾസോ ഫോർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനും DNA 30 കൊടുക്കാം. മെർക്സോളും നല്ലതാണ്. മെർക്സോൾ 50 mg ആണ് പറയണത് ജനറ്റിക്കൽ ആൻഡ് ഹെറിഡിറ്ററി പ്രോബ്ലംസിന്. പിന്നെ അതേപോലെ കോൾച്ചിക്കം 1 ഇത് രണ്ടും ബാലേന്ദ്രൻ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ്. കോൾച്ചിക്കം 1 എന്തെങ്കിലും ക്രോമസോമൽ അബറേഷൻസ് ഉണ്ടെങ്കിൽ കോൾച്ചിക്കം 1 കൊടുക്കാം. DNA 30 നല്ലതാണ്. ഹെറിഡിറ്ററി ജനറ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. അതിപ്പോ 50 മെർക്സോൾ 50 mg ഒക്കെ ആകുമ്പോൾ ഒരു ഡോസ് ഒരു മന്ത്ലി വൺസോ അങ്ങനെ കൊടുത്താൽ മതി. DNA 30 ഒക്കെ ആകുമ്പോൾ വീക്ക്ലി 1 ഡോസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. പിന്നെ സ്ട്രോഫിലസ് ഡിസീസ് ഒക്കെയാണ്, ഗ്ലാൻഡുലാർ ഡിസീസ് ഒക്കെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ കാൽക്കേരിയ കാർ 200 കൊടുക്കാം. ഫാമിലി ഹിസ്റ്ററി ഓഫ് TB ഉണ്ടെങ്കിൽ ബാസിലം 1, സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ സോർണം 1, ബോൺ ഡിഫോമിറ്റീസ് ആണെങ്കിൽ സൈലീഷ്യ 1, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്പം സ്പീഡ് കൂടുതലാണ് ഡോക്ടറെ, എഴുതിയെടുക്കാൻ പറ്റുന്നില്ലേ? ആണോ? ഇതിന്റെ മുന്നിലത്തെ സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കണോ? അല്ല, ഇത് ഇപ്പൊ പറഞ്ഞത് വേണം. അതിനു മുമ്പത്തെ ഇത് നമുക്ക് മുഴുവൻ കിട്ടിയില്ലായിരുന്നു. പ്രിവെന്റ് ജനറ്റിക്കൽ അബ്നോർമാലിറ്റിയുടെ ബയോകെമിക് ഒന്നും കിട്ടിയില്ല. ആണോ? ഇതല്ലേ CP6X കാൽക്കേരിയ ഫ്ലോർ 6X മാക്ഫോസ് സൈലീഷ്യ 2 ടൈംസ് ഡെയിലി. ഇതൊന്നും കൂടെ പറയണേ. ഇൻഹെറിറ്റഡ് കംപ്ലൈൻസ് ഇപ്പൊ ജനിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ജനറ്റിക്കൽ കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് സിഫ്ലിനം 1 അല്ലെങ്കിൽ മെഡോറിനം 1 അത് കൊടുക്കുന്നത് നല്ലതാണ്.
നമുക്ക് ഒരു മന്ത്ലി 1 ഡോസ് വെച്ച് കൊടുത്താൽ മതി. അത് സിംറ്റം അനുസരിച്ച് നമുക്കത് പിന്നെ സെലക്ട് ചെയ്യാം, വേറെ സിംറ്റംസും കൂടെ നോക്കിയിട്ട്. അതേപോലെ ഹെറിഡിറ്ററി പ്രോബ്ലംസോ ഓട്ടോമ്യൂൺ ഡിസീസോ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് ഉണ്ടെങ്കിലും നമുക്ക് DNA 30 കൊടുക്കാം. വളരെ കുഞ്ഞു കുട്ടിയൊക്കെയാണെങ്കിൽ DNA 30 ഒരു വീക്ക്ലി 1 ഡോസ് ഒക്കെ കൊടുത്തു വരിക, പക്ഷെ കുറച്ചു കാലം കൊടുക്കുക. അപ്പൊ അതേപോലെ മെർക്സോൾ 50 mg കോൾച്ചിക്കം വണ്ണം അതും നല്ലതാണ്. മെർക്സോൾ അത് ബാലേന്ദ്രൻ ഡോക്ടറാ പറഞ്ഞത്. മെർക്സോൾ 50 എന്ന് പറയുമ്പോൾ ജനറ്റിക്കൽ അല്ലെങ്കിൽ ഹെറിഡിറ്ററി കംപ്ലൈൻസിന് വളരെ നല്ലതാണ്. കോൾച്ചിക്കം വണ്ണം എന്ന് പറയുമ്പോൾ ക്രോമസോമൽ അബറേഷൻസ് ഉണ്ടെങ്കിൽ കോൾച്ചിക്കം വണ്ണം നല്ലതാണ്. പിന്നെ ഗ്ലാൻഡുലാർ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാൽക്കേരിയ കാർബ് 200 അല്ലെങ്കിൽ 1 അത് നല്ലതാണ്. TB ഹിസ്റ്ററി ഫാമിലിയിലുണ്ട് കുട്ടിക്കും അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാസിലിനം 1 കൊടുക്കാം. പിന്നെ സ്കിൻ ഡിസീസ് ആണുള്ളതെങ്കിൽ സോറിനം 1 നല്ലതാണ്. ബോൺ ഡിഫോമിറ്റീസ് ആണെങ്കിൽ സൈലീഷ്യ 1 നല്ലതാണ്. അടുത്ത സ്ലൈഡിലോട്ട് പൊക്കോട്ടെ. പോകാം. അടുത്തത് ഗർഭസമയത്ത് പേടി മുഖത്ത് പ്രകടമായി കാണാം. അതായത് ഡെലിവറി സമയത്ത് ഭയങ്കര ഫിയർഫുൾ എക്സ്പ്രഷൻ ആയിരിക്കും ഫേസിൽ ഉണ്ടാവുക, പേടിച്ചിട്ട്. അപ്പൊ ആ സമയത്ത് അക്ടോണിക് നാപ്പല്ലസ് 30 ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കാം. ഒരു 2 hourly, ഒരു 3 to 5 times ഡെയിലി നമുക്ക് കൊടുക്കാം. അതാണ് അക്ടോണിക് നാപ്പല്ലസ് 30 എക്സ്പ്രഷൻ ഓഫ് ഫിയർ ഡ്യൂറിങ് പ്രഗ്നൻസി. നെക്സ്റ്റ് ഇതൊക്കെ ജസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറയാണ്, നമുക്ക് ഓർത്തിരിക്കാൻ. ഇതുപോലെ സിംറ്റംസ് നമുക്ക് എപ്പോഴെങ്കിലും കാണാൻ പറ്റുന്നു, നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ പേഷ്യൻസിനോ ഇതുപോലത്തെ സിംറ്റംസ് കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നെക്സ്റ്റ് ആങ്സൈറ്റി അബൌട്ട് ഡിസീസ് ഡ്യൂറിങ് പ്രഗ്നൻസി, അബൌട്ട് ഡൊമസ്റ്റിക് അഫയേഴ്സ്. എന്തെങ്കിലും അസുഖമുണ്ടോ എന്തെങ്കിലും ആവോ, അങ്ങനെ ഭയങ്കര ആങ്ഷ്യസ് ആണ് പ്രഗ്നൻസി ടൈമിലെങ്കിലും സ്റ്റാനമെറ്റ് 30 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. പിന്നെ ബരേറ്റ കാർബ് 30 ആണ്, പിന്നെ മെഡിസിൻ. നെക്സ്റ്റ് കനോട്ട് ഗെറ്റ് റിഡ് ഓഫ് ദ ഫിക്സഡ് ഐഡിയാസ് ഡ്യൂറിങ് പ്രഗ്നൻസി. എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ ഫിക്സഡ് ആയിട്ട് ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതും സ്റ്റാനമെറ്റ് 30 ആണ് പറയണത്. നെക്സ്റ്റ് ലേബർ ലൈക്ക് പെയിൻസ് ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസി സമയത്ത് ഭയങ്കര വേദന, ലേബർ പെയിൻ പോലത്തെ വേദന ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ അതിന് പൽസാറ്റ്ല 30 ആണ് മെഡിസിൻ. അതും ഇതേപോലെ പിൽസ് ആയിട്ട് ഒരു 3 to 4 times ഡെയിലി നമുക്ക് കൊടുക്കാം. വേദന മാറിയാ വേണ്ട, ഉള്ളപ്പോ മാത്രം കഴിക്കുക. ഇപ്പൊ ഈ പറയുന്ന മെഡിസിൻസ് എല്ലാം ആ കംപ്ലൈൻസ് കാണുമ്പോൾ നമ്മൾ കഴിക്കാം. ആ കംപ്ലൈൻസ് നിന്നാല് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഡയബറ്റീസിന് പറഞ്ഞു, BP പറഞ്ഞു, പലതിനും പറഞ്ഞു. അതൊക്കെ നമുക്ക് ആ സിംറ്റംസ് കാണുമ്പോൾ കഴിക്കാം. ഇനിയിപ്പോ കുറച്ച് ചെക്ക് ചെയ്ത് ഓക്കെ ഡയബറ്റീസ് നോർമലായി അല്ലെങ്കിൽ BP നോർമലായ പിന്നെ കഴിക്കണം എന്നില്ല, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ലേബർ ലൈക്ക് പെയിൻസ് ഇൻ പ്രഗ്നൻസി വിത്ത് ഡിസ്ചാർജ് ഓഫ് സെറസ് ഫ്ലൂയിഡ് എസ്പെഷ്യലി അറ്റ് 7th month, അത് സെപ്പിയ 30 ആണ് മെഡിസിൻ. ലേബർ ലൈക്ക് പെയിൻസ് ഇൻ പ്രഗ്നൻസി വിത്ത് ഡിസ്ചാർജ് ഓഫ് സെറസ് ഫ്ലൂയിഡ് എസ്പെഷ്യലി അറ്റ് 7th month, സെപ്പിയ 30. നെക്സ്റ്റ് ഹിക്കഫ് ഡ്യൂറിങ് പ്രഗ്നൻസി, സൈക്ലാമെൻ 30. അതും നമുക്ക് പിൽസിലായി കൊടുക്കാം. ഒരു 5 pills 4 to 5 times ഡെയിലി കഴിക്കാൻ വേണ്ടി പറയാം. ഒരുപാട് നല്ല ഹിക്കഫ് ഒക്കെ ആണെങ്കിൽ ഒരു 1 hourly കഴിക്കാൻ വേണ്ടി പറയാം. പിന്നെ അത് കുറഞ്ഞു കഴിയുമ്പോൾ 2 hourly ആക്കാം. പിന്നെ ഒരു 3 times ആക്കാം. കംപ്ലീറ്റ് ആയിട്ട് മാറിയാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയാം. പിന്നെ ഫറ്റീഗിങ് കഫ് ഡ്യൂറിങ് പ്രഗ്നൻസി, കഫ് ഡ്യൂറിങ് പ്രഗ്നൻസിക്ക് സ്റ്റാനമെറ്റ് ആണ് മെഡിസിൻ. അതും അതേപോലെ 4 to 5 times. പിന്നെ പറഞ്ഞു നേരത്തെ ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോ BP ഉള്ള സമയത്ത് ടൊമാറ്റോ സൂപ്പ് കുടിക്കണം നല്ലതാണ്. കഫ് ഉള്ളവർക്കും ആ ടൊമാറ്റോ സൂപ്പ് വെച്ച് കഴിക്കാം. അപ്പൊ അതിലിപ്പോ മഞ്ഞപ്പൊടി ഉണ്ട്, നമ്മൾക്ക് ഏലക്കാപ്പൊടി ചേർക്കാം, കുരുമുളക് പൊടി, ചുക്കുപൊടി, ഇതൊക്കെ ആ ടൊമാറ്റോ സൂപ്പ് വെക്കുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ കഫിനും നല്ലതാണ്. അപ്പൊ കുറച്ചും കൂടെ പെട്ടെന്ന് കഫ് മാറും. നമുക്ക് വെറുതെ മെഡിസിൻസ് കഴിക്കണം, അതിന്റെ കൂടെ തന്നെ ജനറൽ മാനേജ്മെന്റും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും. രാം സാർ എപ്പോഴും പറയും എന്ത് അസുഖം എടുത്താലും നമുക്ക് മെഡിസിൻസ് മാത്രം പോരാ, കൂടെ ജനറൽ മാനേജ്മെന്റും കൂടെ വേണമെന്ന് പറയും. 80% മാനേജ്മെന്റ് ആണ്, 20% ആണ് മെഡിസിൻസ് എന്ന് പറയും. ഇപ്പൊ പല ഡിസീസസും പറയുമ്പോൾ സാറ് പറയും ഒന്ന് ലൈഫ് സ്റ്റൈൽ എന്നൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി പറയും. ഒന്ന് മാറ്റുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഡെയിലി റൊട്ടീനിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഒന്ന് മാറുമ്പോൾ തന്നെ അസുഖവും പതുക്കെ കുറഞ്ഞു വരും. അപ്പൊ അതേപോലെ ടൊമാറ്റോ സൂപ്പ് കഫുള്ളവർക്കും കൊടുക്കാം, അത് നല്ലതാണ്. പിന്നെ കഫ് ഡ്യൂറിങ് പ്രഗ്നൻസി ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ കൊണിയമാക് 30,
കാലിബ്രോം 30, കാലിബൈക്ക് 30, നക്സ്വോമിക്ക 30 ഇതൊക്കെ നല്ലതാണ്. ഇനി ഡിസ്നി ഓർ ആസ്മ ഡ്യൂറിങ് പ്രഗ്നൻസി, വയോള ഓഡ്രേറ്റ 30 അതാണ് മെഡിസിൻ. പിന്നെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ഇതിന്, ഓരോന്നും സിംറ്റംസ് അനുസരിച്ച് മാറും. ഇപ്പൊ ജനറൽ ആയിട്ട് കുറച്ച് മെഡിസിൻസ് ആണ് പറയുന്നത്. പിന്നെ സിംറ്റംസ് അനുസരിച്ച് നമുക്ക് വേറെ മെഡിസിൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിന്റെ കൂടെ അതും കൊടുക്കാം. ഇനി ഹാർട്ട് നോട്ട്സ് ഇൻ മാമേ ഡ്യൂറിങ് പ്രഗ്നൻസി, മാമറി ഗ്ലാൻഡിൽ ഹാർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ കൽക്കേരിയ ഫ്ലൂർ 6x30 ആണ് കൊടുക്കേണ്ടത്. ഇനി മാമേ പെയിൻഫുൾ ഡ്യൂറിങ് പ്രഗ്നൻസി, പ്രഗ്നൻസി സമയത്ത് മാമറി ഗ്ലാൻഡ് വളരെ പെയിൻഫുൾ ആണെങ്കിൽ സെപ്പിയ 30 ആണ് മെഡിസിൻ. പെയിൻ മാറിക്കഴിഞ്ഞാൽ ഈ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാം, സിംറ്റം വരുമ്പോൾ കഴിക്കാം. അടുത്തത് ഹെമറോയിഡ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി, ബ്ലൂയിഷ് ഹോട്ട് വിത്ത് വയലന്റ് സ്റ്റിച്ചസ്, ആസിഡ് മ്യൂർ 30 ആണ് മെഡിസിൻ. ആസിഡ് മ്യൂർ 30 കൊടുക്കുക. പിന്നെ അതേപോലെ ഇപ്പൊ ഹെമറോയിഡ്സ് ആണെങ്കിലും ഡയറ്റ് നല്ലോണം കൺട്രോൾ ചെയ്യാൻ പറയാ, നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറയാ, ഈവൻ എഗ് പോലും കഴിക്കരുത്. വെജിറ്റേറിയൻ ഡയറ്റ് ആണെങ്കിലും സ്പൈസി മസാല ഫുഡ്സ് ഒക്കെ ഒഴിവാക്കാൻ പറയാം. പുളിക്കാത്ത മോര്, പുളിക്കാത്ത തൈര്, പാല് ഇതൊക്കെ കൂടുതൽ കഴിക്കാം. പിന്നെ മെയിൻലി വെജിറ്റേറിയൻ ഡയറ്റ്, അപ്പൊ അതിലും ആവിയിൽ വന്ന അരിഭക്ഷണങ്ങളാണ് ഏറ്റവും നല്ലത്. ഇഡ്ലി, ആപ്പം, നൂലുപുട്ട്, സേവ, അധികം എണ്ണയില്ല ദോശ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുക. ഹെമറോയിഡ്സ് ഉള്ള പേഷ്യൻസിന് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി പറയാം. അപ്പൊ അത് കുറച്ചും കൂടെ പെട്ടെന്ന് മാറും, അതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഹെമറോയിഡ്സ് വിത്ത് സ്റ്റിങ്ങിങ് പെയിൻ ഡ്യൂറിങ് പ്രഗ്നൻസി, എപ്പിസ്മൽ. പിന്നെ ഏനസ് ഹോട്ട് സോർ ആൻഡ് പെയിൻഫുൾ ഡ്യൂറിങ് പ്രഗ്നൻസി, അത് സിഞ്ചിബർ ആണ്. സിഞ്ചിബർ 6E30 ആണ് മെഡിസിൻ. പിന്നെ വെർട്ടേഗോ ഡ്യൂറിങ് പ്രഗ്നൻസി, നാട്രമ്യൂർ 30, ജെൽസീമിയം 30. ഇതിലും ടൊമാറ്റോ സൂപ്പ് കഴിക്കാൻ പറയുന്നത് നല്ലതാണ്. പിന്നെ വെരിക്കോസ് വെയിൻ ഡ്യൂറിങ് പ്രഗ്നൻസി, അതിന് നക്സ്വോമിക്ക 30. പിന്നെ ഇച്ചിങ് ഓഫ് വൾവ ഡ്യൂറിങ് പ്രഗ്നൻസി, കലേഡിയം 30. ഇൻഫ്ലമേഷൻ ആൻഡ് വയലന്റ് ഇച്ചിങ് ഓഫ് ജെനൈറ്റൽസ് ഡ്യൂറിങ് പ്രഗ്നൻസി, കൊളിൻസോണിയ 30. and edema of vulva during pregnancy, that is Merxol 30. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് പിന്നെ വരുന്നത് നമുക്ക് പ്രഗ്നൻസി ടൈമിൽ അബോർഷൻ ആണ് വരാറുള്ളത്. അബോർഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ മെയിൻലി ചിലർ പറയും, ഇത് രാംസാർ പറയുമ്പോൾ ഒരു 40 years ബാക്ക് ഒക്കെ നമുക്ക് പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് നമുക്ക് സ്ഥിരം വരാനുള്ള ഒരു പേഷ്യന്റ് തന്നെയാണ്. ആ പേഷ്യന്റ് കുട്ടിയാണ്, ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ ആ കുട്ടിന്റെ അച്ഛൻ ഒരു ദിവസം ഇങ്ങനെ വന്ന് പറഞ്ഞു, എന്തോ വയറുവേദന കാരണം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുട്ടിന്റെ യൂട്രസിന്റെ സൈസ് വളരെ കുറവായിരുന്നു. അപ്പൊ സാറ് കൊടുത്തത് നമുക്ക് കൊടുത്തു നോക്കാം, ഉറപ്പില്ല, നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് 1-2 years ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. സെംസിഫ്യൂഗ മദർ ടിഞ്ചറും പ്ലംബർമെറ്റ് 30 ആണ് കഴിച്ചത്. ഒരു 1-2 years കഴിച്ചു. അത് പിന്നെ വന്നില്ല പേഷ്യന്റ്. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ കുട്ടിന്റെ അച്ഛനെ കണ്ടപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടിയൊക്കെ ആയി എന്ന് പറഞ്ഞു. അപ്പൊ അതും ഡോക്ടർ ഒത്തിരി ഒന്ന് സ്ലോ ആക്കി പറയണേ, സ്പീഡ് കൂടുതൽ സ്ലോ. പിന്നെ ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയോ, എന്തുവായിരുന്നു കേസ്? ഒരു 40 years ബാക്ക് ആണ്. ഒരു കുട്ടി നമുക്ക് സാധാരണ വരാറുള്ളതാണ്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ വയറുവേദന കാരണം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ യൂട്രസിന്റെ സൈസ് വളരെ കുറവായിരുന്നു. അപ്പൊ ആ കുട്ടിയുടെ അച്ഛൻ വന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ സ്ഥിരം വരാറുള്ള പേഷ്യന്റ് ആയതുകൊണ്ട് കൊടുത്തു. സിംസിഫ്യൂഗ മദർ ടിഞ്ചറും പ്ലംബർമെറ്റ് 30 ആണ് കൊടുത്തത്. രണ്ടും കൊടുത്തു. ഒരു 1-2 years ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ആ പേഷ്യന്റ് വന്നില്ല. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പേഷ്യന്റിനെ കാണുന്നത്. അപ്പൊ ആ സമയത്ത് ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടിയൊക്കെയായി, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അതാണ് സിംസിഫ്യൂഗയും പ്ലംബർമെറ്റും. അതേപോലെ അണ്ടർ സൈസ്ഡ് യൂട്രസിന് നല്ല മെഡിസിൻ ആണ് ട്രൈഫോളിയം പ്രാത്തൻസും സബൈൽ സെർലേറ്റിയും. ട്രൈഫോളിയം പ്രാത്തൻസും സബൈൽ സെർലേറ്റിയും കൂടെ നല്ല മെഡിസിൻസ് ആണ്. പിന്നെ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് മിസ്കാരേജ്. നമുക്കിപ്പോ റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻ ഒക്കെ വരികയാണെങ്കിൽ ബെസ്റ്റ് മെഡിസിൻ സിംസിഫ്യൂഗയാണ്. ഇപ്പൊ ഓൾറെഡി ഒരു 1-2 അബോർഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ അവർക്ക് ഇങ്ങനെ കുട്ടി പ്രഗ്നന്റ് ആവും,
പക്ഷെ ഒരു 3-4 മന്ത്സ് ആകുമ്പോഴേക്കും അത് അബോർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസി കൺഫേം ആയതിനു ശേഷം സിംസിഫ്യൂഗ മദർ ടിഞ്ചർ, ഒരു മദർ ടിഞ്ചറോ അല്ലെങ്കിൽ 3x ആയാലും കുഴപ്പമില്ല, ഒരു 5 ഡ്രോപ്സ് വെച്ചിട്ട് 2-3 ടൈംസ് കഴിക്കാൻ പറയാം. ടിൽ ഡെലിവറി വരയ്ക്കും കഴിക്കാം. അത് കഴിക്കുമ്പോൾ മീൻസ് നോർമൽ ലിവിങ് ആയിട്ടുള്ള ഒരു ഫീറ്റസിനെ കിട്ടും എന്നാണ് പറയണത്. അപ്പൊ അതാണ് സെൻസിഫ്യൂഗന്റെ പോയിന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗിവ് ബർത്ത് ടു ബൂൺ ടു ഡെസ്പോണ്ടന്റ് മദേഴ്സ് എന്നാണ് പറയാം. അമ്മമാർക്കുള്ള ഒരു വരം, അതാണ് സെൻസിഫ്യൂഗനെ കുറിച്ച് പറയുന്നത്. അപ്പോ ഹു ഗിവ് ബർത്ത് ടു ഡെഡ് ചിൽഡ്രൻ ഓൺലി, അവർക്ക് എപ്പോഴും കുട്ടീനെ പ്രസവിക്കാത്തവർക്ക് ഇത് കഴിച്ചു വരുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബീനെ കിട്ടും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് മെലാസ്മ. ഇപ്പൊ മെലാസ്മ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് പ്രഗ്നൻസി ടൈമിൽ വരുന്നതാണ്. ബ്ലാക്കിഷ് കളർ ഡിസ്കളറേഷൻ വരും, നമ്മളുടെ ഫേസിൽ വരും. അപ്പോ അത് നോർമൽ ആണ് ആക്ച്വലി. അതിനെ മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്നാണ് പറയാ, ക്ലോയാസ്മ എന്നും പറയും. പ്രഗ്നൻസി കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും പലവർക്കും. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, മെഡിസിൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സൺലൈറ്റ് അവരോട് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയാം. ഇനിയിപ്പോ സൺലൈറ്റ് വേണം എന്തായാലും പ്രഗ്നന്റ് മദേഴ്സിന്, അപ്പോഴേ വൈറ്റമിൻ ഡി ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ ഒരു രാവിലെ ഒരു 8 മണിക്ക് മുന്നേ ഒരു 7 to 8 ആ സമയത്തും ഒരു വെയിൽ കൊള്ളാം. അതേപോലെ വൈകിട്ട് 5 മണിക്ക് ശേഷവും വെയിൽ കൊള്ളാം. അതാണ്. അല്ലാതെ നമുക്കുള്ള ഡയറക്റ്റ് സൺലൈറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയാം. അതിന് മെഡിസിൻ വേണ്ട, കാരണം അത് നോർമൽ ആണ് ഡ്യൂറിങ് പ്രഗ്നൻസി. നെക്സ്റ്റ് ഫോർ ഈസി ഡെലിവറി. അതായത് ഇപ്പൊ നമ്മള് പ്രഗ്നന്റ് ഡെലിവറി ആയി, മീൻസ് ഡെലിവറി സമയത്ത് ഒരു ഡേറ്റിന്റെ ഒരു 1 വീക്ക് ബിഫോർ നമ്മൾ കാക്ടസ് കഴിക്കുക. ഇപ്പൊ രാം സാറ് പറയും, സാറിന്റെ 2 മക്കൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡേറ്റിന്റെ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് മുന്നേ കാക്ടസ് മദർ ടിഞ്ചർ ഒരു 5 ഡ്രോപ്സ് 4 ടൈംസ് ഡെയിലി കഴിക്കാൻ വേണ്ടി പറയും. അപ്പൊ അത് കഴിക്കുമ്പോൾ ഡെലിവറി ഈസി ആയിരിക്കും, ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല, നാച്ചുറൽ ഡെലിവറി ആയിരിക്കും, സ്മൂത്ത് ആണ്. ഇപ്പൊ ചിലർക്ക് സെർവിക്സ് ഡൈലേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയും ഡെലിവറി സമയത്ത്. അപ്പൊ ആ സമയത്തും നമുക്ക് കാക്ടസ് മദർ ടിഞ്ചർ ആണ് കൊടുക്കുക. അതാണ് 1 വീക്ക് ബിഫോർ ഡെലിവറി മേക്ക് ദ പാസേജ് മോർ ലൂബ്രിക്കേറ്റിംഗ് ഫോർ ഈസി ഡെലിവറി. അതാണ് കാക്ടസ് മദർ ടിഞ്ചർ. അത് ഒരുപാട് കേസസിന് സാറിന്റെ മക്കൾക്ക് മാത്രമല്ല, അല്ലാതെ പല പേഷ്യൻസിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഡോക്ടേഴ്സ് തന്നെ സാറിന്റെ അടുത്ത് പേഴ്സണലായി ചോദിച്ചിട്ടുണ്ട് പ്രഗ്നൻസിക്ക് മുന്നേ എന്ത് മെഡിസിൻസ് ആണ് നമ്മൾ എപ്പോഴും കയ്യിൽ വെക്കേണ്ടതെന്ന്. അപ്പൊ സാർ എപ്പോഴും പറയാ കാക്ടസ് കഴിക്കാൻ പറയും. പിന്നെ പൾസാറ്റിൽ എപ്പോഴും ഹാൻഡി ആയിട്ട് വെക്കാൻ പറയും. കാരണം എങ്ങാനും അംബിലിക്കൽ കോഡ് കഴുത്തിലൂടെ ചുറ്റി എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് പൾസാറ്റിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി പറയും. പിന്നെ കാക്ടസും, ഇത് രണ്ടുമാണ് എപ്പോഴും കയ്യിൽ വെക്കാൻ വേണ്ടി പറയുക. മാഡം സമയമായില്ലേ? മാഡം കേൾക്കുന്നില്ല. ഒരു 5 മിനിറ്റ് കൂടി വേണം ഈ ക്ലാസ് മുമ്പോട്ട് പോകാം. ഇനി ഈ ഒരു ടോപ്പിക് മാത്രമേ ഉള്ളൂ. ഇത് ജസ്റ്റ് തിയറിറ്റിക്കൽ പോയിന്റ്സ് ആണ്, നമുക്ക് കൊടുക്കാം. ത്രെറ്റൻഡ് അബോർഷൻ ഓരോ മന്ത് വൈസുള്ള മെഡിസിൻസ് ആണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് മന്ത് ആണെങ്കിൽ ക്രോക്കസ് സെറ്റൈവസ് 6E30 അല്ലെങ്കിൽ വൈബർണം ഒപ്പുലസ് 3x ആണ് പറയണത്. ഒരു 1 ഡ്രോപ്പ് 4 ടൈംസ് ഡെയിലി കൊടുത്താൽ മതി. അങ്ങനെ ഫസ്റ്റ് മന്തില്. സെക്കൻഡ് മന്ത് ആണെങ്കിൽ എപ്പിസ്മൽ 30 ആൻഡ് കാലി കാർബ് 30 ആണ് പറയുന്നത്. പിന്നെ സെക്കൻഡ് ഓർ തേർഡ് മന്ത് അതിന് വൈബർണവും നല്ല, വൈബർണം ഒപ്പുലസും നല്ലതാണ്, 6E30 അത് ബോറിക്കിൽ പറയുന്നുണ്ട്. പിന്നെ തേർഡ് മന്ത് സബൈന 30, സിൻസിഫ്യൂഗ 30, എപ്പിസ്മൽ 30, ക്രോക്കസ് സെറ്റൈവസ് 30, കാലികാർബ് 30, ക്രിയോസോട്ട് 30, സിക്കിൽകോർ 30, തൂജ 30. അത് ജസ്റ്റ് തിയറിറ്റിക്കൽ മെഡിസിൻസ് ആണ്, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക, ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് പറയണേ. ഫസ്റ്റ് മന്ത് ക്രോക്കസ് സെറ്റൈവസ് 6E അല്ലെങ്കിൽ 30. പിന്നെ വൈബർണം ഒപ്പുലസ് 3x ഒരു 1 ഡ്രോപ്പ് 4 ടൈംസ് ഡെയിലി. സെക്കൻഡ് മന്ത് എപ്പിസ്മൽ 30, കാലികാർബ് 30. അതേപോലെ സെക്കൻഡ് ഓർ തേർഡ് മന്ത് വൈബർണം ഒപ്പുലസ് 6E30. പിന്നെ തേർഡ് മന്ത് സബൈന 30, സിംസിഫ്യൂഗ 30, എപ്പിസ്മൽ 30, ക്രോക്കസ് സെറ്റൈവസ് 30, കാലി കാർബ് 30,
ക്രിയോസോട്ട് 30, സിക്കെയിൽകോർ 30, തൂജ 30. പിന്നെ 4th മന്ത് അബോർഷൻ അറ്റ് 4th മന്ത് ആണെങ്കിൽ എപ്പിസ്മൽ 30. ഇനി ഹാഫ് ഓഫ് പ്രഗ്നൻസി, അതിലാണ് അബോർഷൻ ഏകദേശം ഒരു 5th മന്ത് ആ സമയത്താണെങ്കിൽ നൈട്രിക് ആസിഡ് 30. ഹാഫ് ഓഫ് പ്രഗ്നൻസി ആണെങ്കിൽ നൈട്രിക് ആസിഡ് 30. നെക്സ്റ്റ് 5th or 7th മന്ത് സെപ്പിയ 30. 5th or 7th month സെപ്പിയ 30. നെക്സ്റ്റ് അറ്റ് 7th month റൂട്ട 30. 7th month റൂട്ട 30. പിന്നെ ലേറ്റർ മന്ത്സ് ആഫ്റ്റർ 7 months ആണ് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോൾ ഒപ്പിയം 30 കൊടുക്കാം. പിന്നെ അതേപോലെ ഇൻ ലേറ്റർ ലാസ്റ്റ് മന്ത്സ്, അത് ലാസ്റ്റ് ട്രൈമസ്റ്റർ ആണ്, ടു പ്രൊഫ്യൂസ് ആൻഡ് ഏർലി മെൻസസ്, അത് ഭയങ്കര ബ്ലീഡിങ് അതൊക്കെ ഉണ്ടെങ്കിൽ കാൽക്കേരിയ കാർബ് 30 നല്ലതാണ്. അപ്പൊ ലേറ്റർ ആഫ്റ്റർ 7th month പറയുമ്പോൾ ഒപ്പിയം 30, കാൽക്കേരിയ കാർബ് 30 ആണ് നല്ലത്. താങ്ക് യു ഓൾ. ഇന്നത്തെ ടോപ്പിക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് നമുക്ക് അത്യാവശ്യം വേണ്ട പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞത്. ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ പറയുമ്പോൾ എല്ലാ കേസസും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ പല അബോർഷൻ കേസസും വരുമ്പോൾ പെട്ടെന്ന് അബോർഷൻ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കൊന്ന് മെഡിസിൻ ട്രൈ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ അതിലൂടെ റിസൾട്ട് കിട്ടിയ ഒരുപാട് കേസസ് ഉണ്ട്. അബോർഷൻ എന്തായാലും വേണം പറയാൻ നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് 1 monthന് ശേഷം നോർമൽ ഒന്നുമില്ലാതെ പ്രശ്നമൊന്നുമില്ലാതെ നോർമൽ ഡെലിവറിയിലൂടെ കുട്ടീനെ പ്രസവിച്ച ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. നമുക്ക് പേഴ്സണലി നമ്മളുടെ ഫാമിലിയിലും അല്ലെങ്കിൽ നമ്മളുടെ പേഷ്യൻസിനും പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് എടുത്തത്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന IFPHന് ആദ്യം നന്ദി പറയുന്നു. പിന്നെ ക്ലാസ് കേൾക്കാൻ വേണ്ടി സമയം മാറ്റി വെച്ച് ക്ലാസ് കേൾക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ക്ലാസ് ആണെങ്കിലും കേട്ടിട്ട് ഒരുപാട് ഫീഡ്ബാക്സ് പറഞ്ഞ എല്ലാ ഡോക്ടേഴ്സിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ രാം സാറിനാണ് ഏത് റൈറ്റപ്പ് വേണമെങ്കിലും എടുത്ത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന റൈറ്റപ്പ് എടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞ എല്ലാം പറഞ്ഞതെന്ന് പറയുന്ന രാം സാറിനും നന്ദി അറിയിക്കുന്നു. ഓക്കെ ഡോക്ടർ ശ്രീലേഖ, വളരെ നല്ല ക്ലാസ്സാണ്. ഡോക്ടറുടെ ക്ലാസ് ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സെപ്റ്റംബർ 28 നമ്മുടെ വെബിനാറിന്റെ 5 വർഷം പൂർത്തിയാകുന്നതിന്റെ സെലിബ്രേഷൻ എറണാകുളം താജ് വിവാന്തയിൽ വെച്ചാണ് നടത്തുന്നത്. അതിന് ഇനിയും രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സും എത്രയും വേഗത്തിൽ അതിന്റെ ഡെലിഗേറ്റ് ഫീസായ 3000 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്ത് ദൂരെയാണെങ്കിൽ ട്രെയിൻ ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് വരാൻ റെഡിയാവുക. ആരും വിട്ടുപോകരുത്. ഈ ആഗസ്റ്റ് 30 വരെയാണ് 3000 രൂപ. അതിനുശേഷം ഡെലിഗേറ്റ് ഫീ കൂടും. അതുകൊണ്ട് അതിനു മുമ്പായിട്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും വരാൻ റെഡിയാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ പറയാനുള്ള ചർച്ചയുടെ സമയമാണ്. എല്ലാവരും സജീവമായി ചർച്ചയിൽ പങ്കെടുക്കാം. സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ ഡോക്ടർ. എനിക്ക് എന്താ പറയുക, ഈ ശ്രീലേഖയൊക്കെ ഇന്നത്തെ വരുമ്പോൾ നമ്മുടെ കൊച്ചിനെ കല്യാണം കഴിക്കാൻ വേണ്ടി അവൾ വേദി കയറി വരുമ്പോൾ ഉള്ള രീതിയിൽ സന്തോഷമാണ്. കാര്യം ഞാനും ഈ ശ്രീലേഖയെ പോലെയൊക്കെ സാറിൻ്റെ ഒരു ശിഷ്യഗണത്തിലെന്ന് പറയാവുന്ന അവസ്ഥയുള്ള ആളാണ്. ഒരുപക്ഷെ ശ്രീലേഖ അക്കാര്യത്തിൽ എന്നെക്കാളും മുമ്പിലെ അദ്ദേഹത്തിന് ശിക്ഷ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. എന്നാലും അത്രയും സന്തോഷമുണ്ട് ഇവരിങ്ങനെ പെർഫോം ചെയ്യാനാണുമ്പോൾ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വഴിത്തിരിവായി എന്ന് പറയുന്ന ഒരു ഗുരുനാഥനാണ് അദ്ദേഹം. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം പോലെ തന്നെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഗുരുനാഥക്കന്മാരിലൂടെ കയറി പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിലെ പ്രാക്ടീസിൽ എനിക്ക് പ്രയോജനപ്പെട്ടിരിക്കുന്ന ഗുരുനാഥൻ ആരാണെന്ന് ചോദിച്ചാൽ അത് രാം സാറാണ്. അതേസമയം
ഒരു സ്ഥലത്ത് പോയി ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ ഒന്നിനും അദ്ദേഹം തയ്യാറുമല്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു അഹംഭാവം കൊണ്ടല്ല, പുള്ളി അത്രയും എന്നെ കൊണ്ടത് പറ്റില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടത് കഴിയില്ല, ഞാൻ അത്രയും ഉയർന്നിട്ടില്ല, അങ്ങനെയൊക്കെ സ്വയം അദ്ദേഹത്തെ തന്നെ ചെറുതായി ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. അദ്ദേഹം ഒരു ഉന്തിത്തള്ളി നിർബന്ധിച്ച് നമ്മളെ ഇതിൽ ഒരിക്കൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ എത്രയോ ഞാൻ കാല് പിടിച്ചിട്ടാണ് നമ്മൾ IFH അദ്ദേഹം ഒരിക്കൽ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈല് പോണ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത മെഡിസിൻസ് ഒക്കെ ആയിരിക്കും അദ്ദേഹം പലപ്പോഴും അത് റെഫർ ചെയ്ത് ഇന്ന ബുക്കാന്ന് നോക്കി കൊണ്ടുവന്ന് തരും. അതുപോലെ നമുക്കൊരു ചോദ്യം ചോദിച്ചാൽ, ഒരു പൂവ് ചോദിച്ചാൽ ഒരു വസന്തം തരും എന്ന് പറഞ്ഞ രീതിയിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട സകല ഡീറ്റെയിൽസും നമ്മൾ മുൻപിൽ പ്രസന്റ് ചെയ്യും. നമുക്ക് വേണ്ടി അദ്ദേഹം കഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ഇങ്ങനെയുള്ള ഒരു ഗുരുനാഥനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഡോക്ടറെ എന്താ കണ്ടിട്ട് തന്നെ ഇല്ല. അത്രയും അദ്ദേഹത്തിൻ്റെ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെന്ന് പറയാവുന്ന അവസ്ഥയിലുള്ള ആൾക്കാരാണ്. ഏതായാലും അങ്ങനെ ഒരു ഗുരുനാഥൻ അദ്ദേഹത്തിന് വരാൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തിലൂടെ ഇപ്പോൾ ചന്ദ്രൻ ചെയ്യുന്നത് പോലെ സൂര്യൻ്റെ വെളിച്ചം പ്രകാശിപ്പിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ശ്രീലേഖയോട് ചെയ്തത്. അത് ശ്രീലേഖ തുറന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതെ, അത് വളരെ നന്നായി. കാര്യം അങ്ങനെയെങ്കിലും അദ്ദേഹത്തെ അറിയുമല്ലോ, ശ്രീലേഖയിലൂടെയെങ്കിലും രാം സാറിനെ അറിയും. രാമകൃഷ്ണ അയ്യപ്പ നമ്മൾ ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തെ ചിലപ്പോൾ കാണുമായിരിക്കും. അങ്ങനത്തെ ഒരു അദ്ദേഹം പാലക്കാട് ഒരു മൂലയ്ക്ക് നല്ലേപ്പള്ളി എന്ന മൂലയ്ക്ക് ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം കേരളത്തിലെ ഹോമിയോപ്പതിയിൽ മുത്താണ് എന്ന് ഇതിലറിയാത്ത ആൾക്കാരെങ്കിലും അറിഞ്ഞിരിക്കട്ടെ. പ്രായമൊക്കെ ഉണ്ടാവുള്ള പുള്ളി യാത്രയൊന്നും ചെയ്യാറില്ല, കഴിയാവുന്നു. എങ്കിലും ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മളുടെ ഇടയിലുണ്ട് എന്നറിയാനെങ്കിലും ഈ ക്ലാസ് ഉപകരിച്ചല്ലോ എന്നോർത്ത് അദ്ദേഹത്തിനുള്ള ഗുരുദക്ഷിണയായിട്ട് ഞാൻ ഈ വാക്കുകളെ സമർപ്പിക്കുകയാണ്. ഓക്കെ, സലീംകുമാർ ഡോക്ടറെ, സന്തോഷം. ശ്രീലേഖ ഡോക്ടർ ഗുരുവിന്റെ പ്രതിനിധിയായിട്ട് ആണ് വന്നിരിക്കുന്നത്. ഗുരുവിന് തീർച്ചയായിട്ടും രാം സാറിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം സാറ് നമുക്ക് എല്ലാ റൈറ്റപ്സും തുറന്നു തരും. കൂടെ ഇരിക്കുമ്പോഴാണെങ്കിലും ഒന്നും മറച്ചു വെക്കില്ല, എല്ലാം ഓപ്പൺ ആയിട്ട് പറയും. ഈവൻ ഒരു പേഷ്യന്റ് വരുമ്പോൾ സാറ് ചോദിക്കും ഏത് മെഡിസിൻ ആണ് ചോദിക്കും. നമ്മൾ പറഞ്ഞ മെഡിസിൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ സാറ് ഓക്കെ പറയും, അല്ലെങ്കിൽ സാറ് പറയും അല്ല ഇങ്ങനെയാണ് തിങ്ക് ചെയ്യേണ്ടത്, ഈ ആംഗിളിൽ തിങ്ക് ചെയ്യണം പറഞ്ഞിട്ട് സാർ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പേഷ്യന്റ് വരുമ്പോഴും അത് പറഞ്ഞു തരും, നമ്മളെയും പ്രിസ്ക്രൈബ് ചെയ്യാൻ വിടും. അപ്പൊ അതൊക്കെയാണ് ഒരുപാട്. ഓക്കെ, അപ്പോഴ് കേട്ടിടത്തോളം രാമകൃഷ്ണൻ ഡോക്ടർ അറിവിന്റെ ഒരു ഭണ്ഡാകാരമുണ്ട് ഹോമിയോപ്പതിയുടെ. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ ശിഷ്യയാണ് മിടുക്കി. അത് നല്ല രീതിയിൽ ശിഷ്യ അത് പ്രകടിപ്പിക്കുന്നുണ്ട്, നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടെ ആയപ്പോഴത്തേക്കും നമുക്ക് എല്ലാം പൂർത്തിയായി, നല്ല ക്ലാസ്സുകളും. ഇനിയും ഡോക്ടർ ഇതുപോലുള്ള വിഷയങ്ങളും ആയിട്ട് വരണം എന്നാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. നമുക്ക് ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഡോക്ടറെ സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ ജയചന്ദ്രൻ ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് കേൾക്കാമല്ലോ. കേൾക്കാം. ഡോക്ടറെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അത് കേട്ടിട്ട് മതിയായില്ല. ഇനിയും വന്ന് ഇതുപോലെയൊക്കെ പറഞ്ഞു തരണം. പിന്നെ ഇന്നത്തെ വിഷയത്തിൽ എനിക്ക് ചോദിക്കാമെന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ ഡോക്ടർ മെഡിസിനെ പറ്റിയും ഡയറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പ്രഗ്നന്റ് ലേഡീസായി ആ പെൺകുട്ടികൾ അവരുടെ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ അവർ എത്രത്തോളം വെള്ളം കുടിക്കണം, എങ്ങനത്തെ വെള്ളങ്ങൾ കുടിക്കണം, അതും അവരുടെ നടപ്പ്, ഇരിപ്പ്, കിടപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. പിന്നെ ചില ഗൈനക്കോളജിസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങണം എന്നൊക്കെ പറയും, ചിലർ പറയും സ്റ്റെപ്പ് ഒട്ടും കയറരുതെന്ന് പറയും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള ഒരു അറിവുകൂടെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. പിന്നെ ഒന്നെന്ന് വെച്ചാൽ ഈ തേർഡ് സെമസ്റ്ററിൽ ചില കുട്ടികൾ പറയാറുണ്ട് ഫീറ്റൽ മൂവ്മെന്റ് കുറവാണ്, നല്ല പോലെ ഉണ്ടായിരുന്നത് പെട്ടെന്നൊന്ന് കുറഞ്ഞു, പണ്ടത്തെ പോലെയുള്ള ഫീറ്റൽ മൂവ്മെന്റ് കാണുന്നില്ല. അപ്പോൾ ആ സമയം നമ്മൾ ഏതെങ്കിലും ഡ്രഗ്സിനെ പറ്റി ചിന്തിക്കണം. പിന്നൊന്നുള്ളത്, നമ്മൾ ഈ പ്രിമച്യൂർ ഡെലിവറി വരുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ ഇൻക്യുബേറ്ററിലോട്ട് മാറ്റുന്ന ഒരു ഇതുണ്ടല്ലോ, അപ്പോഴും നമ്മളെ മരുന്ന് ഏതെങ്കിലും അവിടെ അപ്ലൈ ചെയ്യാമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. സാർ, വെള്ളം എന്ന് പറഞ്ഞു. വെള്ളം ഒരു 1 or 2 liters വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ചിലവർ 1 ലിറ്റർ പോലും വെള്ളം കുടിക്കാത്തവരുണ്ട്, അത് തെറ്റാണ്. ഒരു ലിറ്റർ എങ്കിലും വെള്ളം മിനിമം കുടിച്ചിരിക്കണം. അപ്പൊ അതിൽ പറഞ്ഞു ഞെരിഞ്ഞിലിട്ടിട്ട് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ വെറ്റില. ഇപ്പൊ വെറ്റില കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഒരു വെറ്റില പിച്ചി ചീന്തി വെള്ളത്തിലിടാം.
അങ്ങനെ ഇടാം. പിന്നെ ജീരകവും ഇടാം. പിന്നെ ഉം, മഞ്ഞപ്പൊടിയോ എന്തെന്ന് വെച്ചാൽ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഒരു ഇൻഫെക്ഷൻസ് നമുക്ക് വരാതിരിക്കാം. അപ്പൊ അതിനൊക്കെ ഉം, പ്രിവെന്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ സാർ ഇപ്പൊ ഡെയിലി പറയും വെള്ളം ഉണ്ടാക്കുമ്പോ തന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടി, ചുക്കുപൊടി, ഉം, ഏലക്കാപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ഒരു പിഞ്ച് ഇടാൻ വേണ്ടി പറയും. പതിമുഖം ഇടാം ഒരു പിഞ്ച്. ഉം, അങ്ങനെ പിന്നെ ഉം, എസ്പെഷ്യലി ഉം, പ്രഗ്നൻസി ആവുമ്പോൾ നമുക്ക് ഞെരിഞ്ഞലിടാം. പിന്നെ രാമച്ചത്തിന്റെ ഉം, വേരിടാം. ഉം, അങ്ങനത്തെ ജീരകം ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. അതാണ്. പിന്നെ എന്തായാലും മൂവ്മെന്റ്സ് വേണം പ്രഗ്നന്റ് ലേഡീസിന്. പിന്നെ ഇപ്പൊ മെയിൻലി എനിക്ക് ഉം, തോന്നുന്നു ഗൈനക്കോളജിസ്റ്റ് ഓരോ കേസ് ടു കേസ് ആയിരിക്കും. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവരുടെ അടുത്ത് അധികം സ്റ്റെപ്പ് കയറണ്ടെന്ന് പറയുകയായിരിക്കും. അപ്പൊ അത് നമ്മൾ അവർ പറയണത് കേൾക്കാം. ഉം, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം ഉം, മൂവ്മെന്റ്സ് നല്ലതാണ്, നടക്കും ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഫീറ്റൽ മൂവ്മെന്റ്സ് കുറവാണെന്ന് സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫീറ്റൽ മൂവ്മെന്റ്സ് ഉം, കുറവുള്ളവർക്കും കുറവ് വരുമ്പോഴും നമുക്ക് അശ്വഗന്ധ കഴിക്കാം, തൈറോയിഡിനും കഴിക്കാം. അതൊക്കെ നല്ലതാണ്. ഉം, അതും ഗ്രോത്ത് ഉം, ആണല്ലോ. പിന്നെ അതേപോലെ ബെർബറി സക്കിഫോളിയം അതും നല്ലതാണ്. അത് ഉം, എവിഡൻസ് ഓഫ് ഉം, ഇൻകംപ്ലീറ്റ് മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞിട്ട് ബോറിക്കിൽ ഒരു പോയിന്റ് ഉം, ഉണ്ട്. അതപ്പോ ഈവൻ പ്രിമച്വർ ഉം, ബേബി ആണെങ്കിലും ആ കുട്ടിന്റെ ഉം, ഗ്രോത്ത് കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിലും നമുക്കിപ്പോ ഇൻക്യുബേറ്ററിൽ ഉം, ഉള്ളപ്പോൾ ചിലപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസും കുട്ടികൾക്ക് മെഡിസിൻ കൊടുക്കാൻ സമ്മതിക്കണം എന്നില്ല. പക്ഷെ കുട്ടി നമ്മളുടെ ഉം, അടുത്ത് വരുന്ന സമയത്ത് കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ഉം, ഇൻകംപ്ലീറ്റ് മെറ്റാമോർഫോസിന്റെ സൈൻസ് കാണുകയാണെങ്കിൽ നമുക്ക് ബെർബറി സക്കിഫോളിയം മദർ ടിഞ്ചർ ഒരു ഡ്രോപ്പ് വെച്ചിട്ട് കൊടുക്കാം. അതല്ല ഇനി കുട്ടി ഉം, ഭയങ്കര ശ്രങ്കൻ ആണെന്നുണ്ടെങ്കിൽ അശ്വഗന്ധ മദർ ടിഞ്ചർ ഒരു ഡ്രോപ്പ് കൊടുക്കാം. തൈറോയിഡിനും ഉം, 3XO 6XO കൊടുക്കാം സർ. ഉം. ഓക്കെ. ശ്രീലേഖ ഡോക്ടർ, നമ്മളെ ജയചന്ദ്രൻ ഡോക്ടർ ചോദിച്ച സംശയങ്ങൾക്കെല്ലാം മറുപടിയായി കാണുമെന്ന് വിചാരിക്കും. നമ്മളെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ആയതുകൊണ്ടാണ് ഞാൻ അത് ഇടപെട്ടത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ ഡോക്ടേഴ്സും രജിസ്റ്റർ ചെയ്ത് നമ്മുടെ എറണാകുളത്തെ പ്രോഗ്രാമിന് എത്തണം. സെപ്റ്റംബർ 28-ന് താജ് വിവാന്തയിൽ വെച്ചാണ്. എല്ലാവരും ദയവായി പങ്കെടുക്കുക. ആ പ്രോഗ്രാം ഒരു വൻ വിജയമാക്കി തീർക്കുക. നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും. നമ്മുടെ അഗ്രോ അമൂൽ കമ്പനിക്കാര് ഹോമിയോപ്പതി മരുന്നും ചേർത്ത് പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ അഗ്രോയുടെ ഒരു ഭാഗത്തുനിന്ന് ആരെങ്കിലും ഉണ്ടാവും. അതുപോലെ ഹോമിയോപ്പതിയും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് നടക്കുന്നുണ്ട്. ആ കോളേജിൽ നിന്ന് റിസർച്ച് ചെയ്യുന്ന വിങ്ങിന്റെ തന്നെ തലവൻ ചിലപ്പോഴല്ല ഉണ്ടാവും. പിന്നെ അതുപോലെ വെറ്റിനറി ഹോമിയോപ്പതി രംഗത്ത് നിന്ന് വിദഗ്ധരെ ഉണ്ടാവും. അവരുടെ എല്ലാം കുറച്ച് ഒരു ടാക്ക് ഉണ്ടാവും. അപ്പൊ അതെല്ലാം എല്ലാവർക്കും പ്രയോജനകരമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും എത്രയും വേഗത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാഡം ഒരൊറ്റൊരു കാര്യം, ചെറിയൊരു കാര്യം കൂടെ പറയട്ടെ. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ജയചന്ദ്രൻ ഡോക്ടർ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ 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 താടിയില് വേദന വരികയാണെങ്കിൽ ഹാർട്ട് ഡിസീസിൽ എന്താ കൊടുക്കാന്ന്. അതിനങ്ങനെ സ്പെസിഫിക് അതെ ആയിട്ട് മെഡിസിൻസ് ഇല്ല സർ. പക്ഷെ ആ ആ സമയത്ത് നമുക്കതൊരു കാർഡിയാക് സിംറ്റം ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ക്യാംഫറോ ആ അൻഹാലോണിയം നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് ജനറൽ മെഡിസിൻസ് ഉണ്ട്, അതിലേതെങ്കിലും ആ കൊടുത്താൽ മതി. ഏത് പൊട്ടൻസി റിപ്പറ്റിഷൻ എങ്ങനെ? അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ ക്യാംഫർ 3X പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കാം. ഉം, യോഹീമിനോ ആണെങ്കിൽ മദർ ടിഞ്ചർ ആണ്. പിന്നെ അൻഹാലോണിയം ഉം, 12C30 കൊടുക്കാം. ഉം. അങ്ങനെ എത്ര ഇന്റർവെല്ലില്? ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കാം, ഒരു 15 മിനിറ്റ്സ് ഗ്യാപ്പിലൊക്കെ കൊടുക്കാം. ഓക്കെ, വെരി താങ്ക്സ്. ഓക്കെ. അപ്പോ ഈ ഡോക്ടർ അപ്പൊ വളരെ അപ്പൊ പ്രഷ്യസ് ആയിട്ടുള്ള ക്ലാസ് എടുത്ത ശൈലമയുടെ ഒരു സംശയം കൂടി. നമ്മുടെ ഈ മീറ്റിങ്ങിന് വരുന്നവർക്ക് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ടലിലേക്ക് വന്നെത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മാർഗം ഇപ്പൊ വാഹന പ്രത്യേകിച്ച് സൗകര്യം ഒന്നും അറേഞ്ച് വാഹന ചെയ്തിട്ടില്ല. സൗകര്യം വല്ലതും ഉണ്ടാവോ? സാറേ അത് വാഹന എറണാകുളം സാറേ സൗത്തിൽ അത് വന്നു നമ്മളെ കഴിഞ്ഞാൽ സാറേ അത് ഹോട്ടലിലേക്ക് നമ്മൾ വരാനുള്ള റെഡിയാക്കുന്നുണ്ട്. അത് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളെ കുറിച്ച് തീരുമാനം എടുക്കാൻ സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പിന്നീട് ഓക്കെ 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 പ്രഖ്യാപിക്കുന്നതായിരിക്കും. അത് പിന്നീട് അനൗൺസ് ഓക്കെ ഓക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ എന്തായാലും ഇപ്പൊ ആ സ്റ്റേഷൻ വരെ, എറണാകുളം സ്റ്റേഷൻ വരെയുള്ള ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് റെഡിയായിരിക്കുക. പിന്നെ അവിടെ നിന്നുള്ള കാര്യം നമുക്ക് കുറെ റെഡിയാണ്. അനൗൺസ് ചെയ്യാം. ഓക്കെ ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി പുതിയ ആൾക്കാരെ ആരെങ്കിലും മുന്നോട്ട് വരണം. എപ്പോഴും പറയുന്നവർ തന്നെയാണ് പറയുന്നത്. ഓപ്പോ ഫോണിന്റെ ഉടമ ആരാണ്? ഡോക്ടർ ഒന്ന് പരിചയപ്പെടുത്തി നന്ദി പറയാമോ? സ്ഥലം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിലും പറയാം. എപ്പോഴും പറയുന്ന ആൾക്കാർ തന്നെയാണ് പറയുന്നത്. ഓപ്പോ ആരാണ് ഫോണിന്റെ ആള്? CHP2 വരുന്നില്ല. സുജാത, ഡോക്ടർ സുജാത.
ഡോക്ടർ സുജാത പറയുമോ? സുജാത MR അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഇല്ലെങ്കിൽ ആരാണ് ഈ ഓപ്പോ ഫോൺ ഒന്ന് പറയാമോ? വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ആള് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ഇല്ല. അപ്പോഴ് ഇന്നത്തെ വളരെ മനോഹരമായ ഒരു ക്ലാസ് എടുത്ത ഡോക്ടർ ശ്രീലേഖയ്ക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ധനേഷ് ഡോക്ടറെ ക്ഷണിക്കും. തീർച്ചയായും അതിഗംഭീരമായ ഒരു സെഷൻ. അതായത് നമ്മൾ രാമകൃഷ്ണൻ ചേട്ടൻ, നമ്മൾ രാമേട്ടൻ എന്നാണ് വിളിക്കുന്നത്. സാറിൻ്റെ ആ ഒരു ക്ലാസ് സാറിന് പകരമായിട്ട് സാറിൻ്റെ ഭാഷയിൽ തന്നെ നമ്മുടെ മുമ്പിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചു. വളരെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. ആൾക്കാരുടെ എണ്ണം ഓരോ ദിവസവും കൂടുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ഭാവി തലമുറയിൽ ഹോമിയോപ്പതി സുരക്ഷിതമാണെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളാരും ഈ ഹോമിയോപ്പതി നാളെ ഇല്ലാതാകുമെന്നോർത്ത് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെയുള്ള ഡോക്ടർമാർ ഇനിയുള്ള തലമുറയിൽ ഇത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ പ്രസൻറ്റേഷൻ. ഇന്നത്തെ മാത്രമല്ല, ഡോക്ടർ ഈ വേദിയിൽ തന്ന എല്ലാ പ്രസൻറ്റേഷനുകളും. അതുപോലെ തന്നെയാണ് ഇനി വരാനിരിക്കുന്ന നാളെയും മറ്റന്നാളും 2 പുതിയ ഡോക്ടർമാരാണ് രംഗത്ത് വരുന്നത്. അവരും ഇതുപോലെ അതിഗംഭീരമായ പ്രസൻറ്റേഷനുകൾ നടത്തുന്നവരാണ്. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ഈ പ്രസൻറ്റേഷനിൽ കേട്ടവരെല്ലാവരും നാളെയും മറ്റന്നാളും ഒക്കെ കേരളം പുതിയ ഡോക്ടർമാരെ നമ്മൾ കൊണ്ടുവരുന്നത് വളരെ സമഗ്രമായ ഒരു യജ്ഞത്തിന് ശേഷമാണ്. ശ്രീലേഖ ഡോക്ടർ തന്നെയാണെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരുന്നിട്ട് പോലും കുറച്ച് നാൾ നമ്മൾ വിട്ടുപോയി. അപ്പോൾ ഇടയ്ക്ക് ഡോക്ടറുടെ കല്യാണം നടന്നു. അതിനിടയ്ക്ക് പിന്നെ നമ്മൾ ആ സമയത്തൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല. എന്നെ കല്യാണത്തിന് വിളിച്ചെങ്കിലും എനിക്ക് വരാൻ പറ്റിയില്ല, അന്ന് വരാൻ പറ്റുന്ന സാഹചര്യങ്ങളായിരുന്നില്ല. അപ്പോൾ തീർച്ചയായും നമുക്ക് വളരെ നല്ലൊരു സദ്യയാണ് ഓരോ ദിവസവും ഡോക്ടർ തരുന്നത്. അപ്പം ഇത്രയും നല്ല രീതിയിൽ ഹോമിയോപ്പതി പുത്തൻ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒരുപോലെ ഗുണകരമായ രീതിയിൽ അവതരിപ്പിച്ച ശ്രീലേഖ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി എൻ്റെ പേരിലും IFBHന്റെ പേരിലും ഈ വേദിയിലുള്ള എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സർ. ഓക്കെ, നന്ദി ഡോക്ടർ ധനേഷ്. അപ്പോ ഇന്നത്തെ മലയാളം വെബിനാർ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. ഡോക്ടറെ ഇനിയും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എത്രയും വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക. മലയാളം സെഷൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.